നമ്മളിങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴേ ചിലപ്പോൾ ഇങ്ങനെ കഫം പുടവായിട്ട് അങ്ങനെ ക്ലാസ്സിന് പോവലുണ്ട്. അപ്പോൾ ഇങ്ങനെ കഫം പുടവായിട്ട് പോകുമ്പോഴേ ഇതായിട്ട് പോകുമ്പോൾ അതിൽ കിടക്കാൻ ആളുണ്ടാവില്ല. ഒന്ന് കാണിച്ചു കൊടുക്കാനേ. എന്നിട്ട് കഫം പുടവ അങ്ങനെ നിർത്തി വെച്ചിട്ടവിടെ വെച്ചാൽ പിന്നെ ചില ആൾക്കാർക്ക് നോക്കാൻ കഴിയൂല. ചില ആൾക്കാർക്ക് അതിൽക്കത് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. പുണ്യ പൂക്കാലം നമ്മുടെ തൊട്ടടുത്തെത്തി നിൽക്കുമ്പോൾ പടച്ച റബ്ബ് എല്ലാ ഐശ്വര്യത്തോടും ആരോഗ്യത്തോടും പരിപൂർണമായി അതിനെ നേടിയെടുക്കുവാനും റിയാനിലൂടെ പ്രവേശിച്ച് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുബാറക്കായ കൈകളിലൂടെ ഹൗലുൽ കൗസർ സ്വീകരിച്ച് സ്വർഗീയ ജീവിതം ലഭ്യമാകുന്ന സജ്ജനങ്ങളിൽ റബ്ബേ ഞങ്ങളെ ഓരോരുത്തരെയും കുടുംബസമേതം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം നാഥ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അല്ലേ, അല്ലാഹു ജീവിതവും മരണത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളെ പരീക്ഷിക്കുവാനായിട്ടാണ്. എന്താ അല്ലാഹു പരീക്ഷിക്കുന്നത്? അഹ്സനു അമലാണ്. നിയ്യത്തിൻ്റെ ഒരു പാർട്ടാണ്. അഹ്സനു അമലാണ്. ചില പണ്ഡിതന്മാർ കർമ്മങ്ങളിലെ നമസ്കാരം പോലുള്ള കർമ്മങ്ങൾക്ക് നിയ്യത്ത് വെക്കുന്നത് അത് ഫർളാണെന്ന് പറഞ്ഞവരുണ്ട്. ഫർളാണെന്ന് പറഞ്ഞവരുണ്ട്, നിർബന്ധമാണെന്ന് പറഞ്ഞവരുണ്ട്, റുക്കിനാണെന്ന് പറഞ്ഞു, റുക്കിൻ അർക്കാനിൽപ്പെട്ടതാണെന്ന് പറയുന്നവരുണ്ട്, ഷർത്താണെന്ന് പറഞ്ഞവരുണ്ട്. ഷർത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടിയുള്ള പൂർത്തീകരണത്തിലുള്ള നിബന്ധനയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രവർത്തനത്തിൻ്റെ ഈ പറഞ്ഞ സംഗതികൾ വരുന്ന നിയ്യത്ത് വരുന്നത് ആ പ്രവർത്തനം നന്നാക്കാനാണ്. അല്ലേ, ഫുട്ബോൾ കളി കഴിഞ്ഞ് മഗ്‌രിബ് ബാങ്ക് കൊടുക്കാൻ നേരത്ത് വീട്ടിലോടിയെത്തി ആ കളിച്ച ഡ്രസ്സൊക്കെ നയിച്ചു മാറ്റി കൈ നല്ലോണം കഴുകി 3 തവണ കഴുകി കയ്യും മോറൊക്കെ കഴുകി കഴുകേണ്ടി ഒതുവിൻ്റെ അവയവങ്ങളൊക്കെ സോപ്പിട്ട് കഴുകി 3-ൽ കൂടുതൽ കഴുകി അല്ലെങ്കിൽ അതിനേക്കാളും വൃത്തിയായിട്ട് കഴുകി അല്ലെങ്കിൽ അതേ എണ്ണത്തിൽ കഴുകി, അത് വുളു ആവില്ലല്ലോ. അവോ ഇല്ല. സുബഹ് നമസ്കാരത്തിൻ്റെ മുമ്പേ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, പിന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, പിന്നെ എല്ലാവരും കൂടി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. 3 ടൈപ്പാ. ഒന്ന് തഹിയ്യത്തു സുന്നയാണ്, മറ്റൊന്ന് സ്വലാത്തുൽ എന്താണ് ഖബ്ല സ്വലാത്ത് റക്അത്തൈൻ, വളരെ മഹത്തരമായതാണ്. പിന്നെയുള്ളത് ഇമാമിൻ്റെ കൂടെ 2 റക്അത്ത് സുബഹിയാണ്. ഒക്കെ 2 റക്അത്ത് തന്നെ. എവിടെ അപ്പം മാറ്റം? സൂറത്ത് കൂടുതൽ ഓതിയുണ്ടോ? ആദ്യത്തെ ഇതിൽ സൂറത്തുകൾ നോക്കിയില്ല, രണ്ടാമത്തേൽ സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസും ചൊല്ലി, അതാ ഒരു വ്യത്യാസമുള്ളത്. മൂന്നാമത്തേലോ വെള്ളിയാഴ്ച ആയപ്പോൾ സജദ ഓതി. അങ്ങനത്തെ ഒക്കെ വ്യത്യാസമില്ല. എന്താ അപ്പോൾ ഒരു വ്യത്യാസം? എവിടെയാണ് അപ്പോൾ വ്യത്യാസം? അതെവിടെയാണ് വ്യത്യാസം? നമ്മുടെ മനസ്സിലാണ് വ്യത്യാസം. അതാണ് സത്യത്തിൽ നമുക്കിന്ന് പറയാനുള്ളത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമസ്കാരം നിർവഹിക്കുന്നിടത്തല്ല അതിൻ്റെ മഹല്ല് വരുന്നത് ഖൽബാണ്. അന്നീയത്തു മഹല്ലുഹാ ഖൽബ്, അത് ചെല്ലുന്നത് ഖൽബിലേക്കാണ്. അപ്പോൾ പിന്നെ നാവിന് അത്ര വലിയ പ്രസക്തിയൊന്നുമില്ല. ഉണ്ടോ? നാവിന് പ്രസക്തിയോടുകൂടി പറഞ്ഞു തന്നു ലബ്ബൈക അല്ലാഹുമ്മ അൽ ഉംറ, ലബ്ബൈക അൽ ഉംറ, ലബ്ബൈക അൽ ഹജ്ജ. അതല്ലാത്തടത്തൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഏറ്റവും അധികം കൺഫ്യൂഷൻ വരുന്ന അവിടെയാണ്. നവൈതു, നവ എന്നുള്ള പദം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാ. നവ എൻവി, അതിനാണ് നിയ്യത്ത് എന്നുള്ള പദം. നവൈതു അല്ലേ, കളയിത്തു, കള ആയ പിന്നെ കളയിത്തു, പിന്നെന്താ അദാ ഒക്കെയാണ്. എന്നിട്ട് ഇത് ചൊല്ലുക. എവിടെ നിന്നിട്ട് ഇത് ചൊല്ലുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ 23 വർഷത്തിനിടയിൽ എത്ര നിസ്കരിച്ചിട്ടുണ്ടാവും? 23 വർഷം കൊണ്ട് എത്ര നിസ്കരിച്ചിട്ടുണ്ടാവും? ആ 23 വർഷത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിസ്കരിച്ചവർ അറിയാമല്ലോ അല്ലേ?
നബി അങ്ങനെ തന്നെ നബി പഠിപ്പിച്ചു, സല്ലൂ കമാ റഅയ്തുമുനി ഉസല്ലി, അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തവർ. പക്ഷേ അവിടെ എവിടെയും ഇത്രമാത്രം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീറിന് മുമ്പേ, നമസ്കാരത്തിൽ തക്ബീറിന് മുമ്പേ ഒന്നും നാവനക്കി പറഞ്ഞിട്ടില്ല. അല്ലാഹു അക്ബർ എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. നാവനക്കിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ടുള്ളത് ആ രൂപത്തിൽ തന്നെയാണ് പറയേണ്ടതും. പക്ഷേ തക്ബീറിന് മുമ്പേ, തക്ബീറത്തുൽ ഇഹ്റാമിലെ അല്ലാഹു അക്ബറിന് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉച്ചരിച്ചതായിട്ടോ ചൊല്ലിയതായിട്ടോ അങ്ങനെ മറ്റൊരാൾ കേൾക്കുന്ന രൂപത്തിൽ നെയ്യത്ത് വെച്ചതായിട്ടോ ഇത്ര മാത്രമേ പറഞ്ഞു. 23 വർഷത്തിനിടയ്ക്ക് എത്ര നിസ്കാരം നമ്മൾ കണക്ക് കൂട്ടി പോവുകയാണെങ്കിലല്ലേ അവിടെ വട്ടിയും കാണില്ല. അതിനാണ് പലരും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് പഠിപ്പിക്കപ്പെടുന്നത്. നവയിത്തു കലയിത്തു ഒക്കെ തുടങ്ങിയിട്ട് അതയിത്തു എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു തന്നത് അവിടുത്തെ മഹല്ല് കൽബാണ്. എല്ലതും പടച്ചോനെ എല്ലതും. അപ്പം നമ്മൾ ശ്വസിക്കുന്നത് മുതൽ ഉച്ഛ്വസിക്കുന്നത് മുതൽ നമ്മൾ ഉറങ്ങുന്നത് മുതൽ എല്ലാം നമുക്കൊരു പ്രവർത്തനം മാത്രമല്ല, ഒരു ഇബാദത്താക്കി മാറ്റാൻ പറ്റും. ഒരു പുണ്യം കിട്ടുന്നൊരു ഇബാദത്താക്കി മാറ്റാൻ പറ്റൂലേ? ഉറങ്ങുന്നത് ഇബാദത്താക്കി മാറ്റാൻ പറ്റൂലേ? അല്ലേ? എല്ലാവരും ഒന്ന് ശ്വാസം എടുത്ത് നന്നായിട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശ്വാസം എടുത്ത് വിട്ടതാ അല്ലേ? പിന്നെ എപ്പോഴാണ് ശ്വാസം എടുക്കുന്നത്? അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ശ്വാസം എടുക്കുമ്പോൾ നമ്മളെ ശ്വാസകോശത്തിലേക്കാണോ അത് വരുന്നേ? ഇതെത്തുന്നത് ശ്വാസകോശത്തിലേക്ക് മാത്രമല്ല, പിന്നെ 30 മുതൽ 37 ട്രില്യൺ കോശങ്ങളിലേക്കാണ്. 30 മുതൽ 37 ട്രില്യൺ കോശങ്ങളിൽ. 1 ട്രില്യൺ എന്നാണ് എത്ര? 1 ട്രില്യൺ എത്ര? 1 കോടി ലക്ഷം. 1 കോടി ലക്ഷത്തിന് 1 ട്രില്യൺ പറയാം. ഞാനിങ്ങനെ ഇരുന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ നോക്കി 2 രൂപത്തിൽ. ഒന്ന് 1 കോടി ലക്ഷം, മറ്റൊന്ന് 10 മില്യൺ ലക്ഷം. അതാണ് 1 ട്രില്യൺ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലുള്ള 30 മുതൽ 37 ട്രില്യൺ കോശങ്ങളിലേക്കാണ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ എത്തിയിട്ട് അവരിലേക്ക് എത്തുന്നത്. അപ്പം നമ്മൾ ഉച്ഛ്വസിക്കുമ്പോഴല്ലോ അതിൻ്റെ അവിടെ മുതൽ തുടങ്ങുക. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ശ്വസിക്കുന്നതും ഉച്ഛ്വസിക്കുന്നത് വരെ അവിടെ മുതൽ നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയും. അതിന് അത്രമാത്രം കരുത്തുറ്റതാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. ഞാൻ ആമുഖമായി പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് പറഞ്ഞു അല്ലേ? അത് ആ രൂപത്തിൽ തന്നെ പഠന വിധേയമാക്കിയിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. അയ്യുക്കും അഹ്സനു അമല എന്ന് പറഞ്ഞിടത്ത് ആദ്യം പറഞ്ഞിട്ടുള്ളത് ഏതാ? മൗത്താണ്. എന്താ കാരണം? നിങ്ങൾ പഠിച്ചു പോയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോണത്. എന്താ കാരണം? എന്താ അയ്യക്കും അഹ്സനു അമല എന്നുള്ളിടത്ത് ആദ്യം പറഞ്ഞത് മൗത്താണ്. എന്താ കാരണം? എന്താ? ലദീ ആയിട്ടുള്ളവൻ ഖലഖൽ മൗത വൽ ഹയാത, നിങ്ങൾക്ക് ജീവിതത്തെയും മരണത്തെയും ജീവിതത്തെയും നിങ്ങളെ സൃഷ്ടിച്ചവനാണവൻ, നിങ്ങൾക്ക് നൽകിയവനാണവൻ. അപ്പോൾ അവിടെ പറഞ്ഞത് ജീവിതമല്ല, മരണമാണ്. മരണത്തിന് അവസാനമുണ്ട്, ജീവിതത്തിന് അവസാനമില്ല. ശരിയാണോ? മരണത്തിന് അവസാനമുണ്ട്, ജീവിതത്തിന് അവസാനം ഉണ്ടല്ലോ ഇല്ലേ? ജീവിതത്തിന് അതുകൊണ്ട് പറയാൻ വേണ്ടിയിട്ടാ, അതേപോലെ പറയാൻ വേണ്ടിയിട്ടാ പറഞ്ഞാൽ മരണത്തിന് അവസാനമുണ്ട്, ജീവിതത്തിന് അവസാനം ഇല്ല. അല്ല, ഒരു ഘടന പറഞ്ഞാണ്. പക്ഷേ ഇത് ആയത്തുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഒന്നതാണ്, നമ്മളൊരു ജീവനില്ലാത്തോടത്തുനിന്ന് പടച്ചോൻ നമുക്ക് 4-ാം മാസം റൂഹ് നൽകി, നമ്മൾ ജീവൻ നൽകി കൊണ്ടുവന്നു. ഖുർആൻ്റെ ആയത്തിൽ തന്നെ ആ രൂപത്തിൽ പറയുന്നുണ്ട്. ഒന്നതാണ്, ആദ്യം നിർജീവാവസ്ഥയിലൂടെയാണ് ജീവിതത്തിലേക്ക് വന്നത്. ഒന്നതാ. 2, ഗവേഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. യെസ്, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടാണ് പുനർജീവനം. അത് ആദ്യം എടുത്തു വെച്ചു.
പിന്നെ പുനർജീവിപ്പിക്കപ്പെടുന്നത് നിർജീവാവസ്ഥയിൽ നിന്നാണ്. എല്ലാവരെയും മരണപ്പെട്ടതിന് ശേഷം പിന്നെ അവിടുന്ന് അല്ലേ പാറ്റകളായിട്ട് പിന്നെ പോവാണ്. പിന്നെ അള്ളാഹ് എന്ത് ചെയ്യണം, അവിടുന്ന് പിന്നെ ബഹ്സ് പിന്നെ ആ രൂപത്തിൽ ഹിസാബുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇടത്തിൽ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്, കൊണ്ടുവരികയാണ്. അവിടെയും നമ്മളെ നിർജീവാവസ്ഥയിലാണ്. നിങ്ങളോടൊരു കാര്യം പറയാം, ഞാൻ SSLC പരീക്ഷൻ്റെ അവസാനത്തെ ടേമാണ്, 5th അല്ലെങ്കിൽ ലാസ്റ്റ് ആനുവൽ എക്സാമാണ്. എന്തിനാ ആനുവൽ എക്സാമാന്ന് പറയുന്നത്? അത് കേൾവിക്കാരനെ പേടിപ്പിക്കാൻ വേണ്ടി, അവൻ്റെ ശ്രദ്ധ ഒന്നുകൂടി കൊണ്ടുവരും, ബലാഗിയായിട്ടുള്ള അതിൻ്റെ അർത്ഥം അതാണ്. അവസാനത്ത് പറയുമ്പോൾ നീ ഇല്ലട്ടോ മോനെ ഇതാ ലാസ്റ്റാണ്. അപ്പം മൗത്ത് പറഞ്ഞ് സ്വാഭാവികമായിട്ട് ഞാനിപ്പോൾ തുടങ്ങാൻ പോണ മൗത്ത് കൊണ്ടാണ്. എന്ത് ചെയ്യും? മൗത്ത് കൊണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ നീയത്ത് അപ്പോഴേ ശരിയാവുള്ളൂ. എൻ്റെ നീയത്ത് ശരിയാവാത്ത എന്തുകൊണ്ടാ? എൻ്റെ നീയത്ത് ശരിയാവണമെങ്കിൽ അഹ്സൻ അമൽ കിട്ടണമെങ്കിൽ എന്ത് വേണം? മൗത്തിന് അത്ര പ്രാധാന്യം അവിടെ ഉണ്ട്. അതാണ് അവിടെ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ ചില ആളുകൾ അതിന് കൊടുത്ത വിശദീകരണം വളരെ ബൃഹത്താണ്. അതായത് എൻ്റെ ജീവിതത്തിൽ മൗത്ത് എന്നുള്ള ചിന്ത എൻ്റെ നീയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, എൻ്റെ അവസാനത്തെ നമസ്കാരമായിട്ട് ഇശാഇനെ കണ്ടാലുണ്ടല്ലോ അത് വല്ലാത്തൊരു നിസ്കാരവും. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ, ആ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്നുള്ള ഗ്രന്ഥത്തിലെ ഒരു ബാബാണ് ദിക്റുൽ മൗത്ത്. അല്ല, അദ്ദേഹം പറയുന്നുണ്ട്, ഇത് എന്നോടും നിങ്ങളോടൊന്നും ഇതിലൊരു ഉപദേശം നൽകേണ്ട ആവശ്യമില്ല. ഒരുവന് അല്ലേ, നിങ്ങൾ പറഞ്ഞ പോലെ ഈ ജീവിതം ഈ ദുനിയാവിലെ ജീവിതം ഒരുവൻ്റെ അന്ത്യമൊന്നല്ല, അല്ലെ അവസാനമൊന്നല്ല. പക്ഷേ എൻ്റെ അവസാനാണ് ഈ ജീവിതം എന്നും അത് കഴിഞ്ഞാൽ ഇനി തൊട്ടടുത്ത് മരണമാണെന്നുള്ളതും, ആ മരണത്തിൽ ഞാൻ എൻ്റെ ഈ സംവിധാനങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഞാൻ മണ്ണിൽ ഖബറിലെത്തുമെന്നും എനിക്കൊരു പള്ളിക്കാട് ഉണ്ടാവുമെന്നും ആ പള്ളിക്കാടിലെ ഖബറാണ് എൻ്റെ മെത്തയെന്നും അവിടുത്തെ മണ്ണിലാണ് ഞാൻ കിടക്കേണ്ടതെന്നും ആ മണ്ണ് എനിക്ക് എൻ്റെ വീടായി മാറുമെന്നും ആ വീട്ടിൽ എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നത് ചിതലും പുഴുക്കളും പെരുത്തുണ്ടതിൽ, അവരൊക്കെ എൻ്റെ അയൽവാസികളും അവരൊക്കെയായി വരിക. അതേപോലെ തന്നെ അവിടുത്തെ മുൻകർ നക്കീർ എൻ്റെ സുഹൃത്തുക്കളായി വരിക. എന്നിട്ട് ഞാനിങ്ങനെ കാത്തു കിടക്കുകയാണ്. എന്താ കാത്തു കിടക്കുന്നത്? ഹിസാബ് കാത്തു കിടക്കുക. ആ ഹിസാബോട് കൂടിയിട്ട് രണ്ടെണ്ണം, ഒന്നുകിൽ ജന്ന അല്ലെങ്കിൽ നാർ. ഇത് രണ്ടും കാത്തു കിടക്കുന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് എവിടെയായാലും അവൻ്റെ മനസ്സിൽ ആ നീയത്ത് ശരിയാവും, എവിടെയായാലും അവൻ്റെ ജീവിതം ശരിയാവും. അതിന് കൂടുതൽ നിർദ്ദേശങ്ങൾ ആവശ്യമില്ല, അവന് കൂടുതൽ വിളിച്ചു പിടിച്ചു കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടാവില്ല, അവൻ നിർബന്ധിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന രൂപത്തിലുള്ള ഒരു സംസാരം ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിയുടെ ആ ഭാഗത്ത് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത് മരണത്തെക്കുറിച്ചുള്ള ചിന്ത ആദ്യം പറയാണ്, ലദീ ഖലഖൽ മൗത്ത്. അപ്പം മരണ ചിന്ത ഇതിൽ വേണം. മരണത്തിൻ്റെ ഒരു ചിന്ത നമുക്ക് വേണം. പക്ഷെ നമ്മുടെ അടുത്ത് അത് പോവാണ്, നമ്മളെ പല കാരണങ്ങളെ കൊണ്ടും നമ്മുടെ അടുത്ത് അത് പോവാണ്. അത് ആളുകളനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴേ ചിലപ്പോൾ ഇങ്ങനെ കഫംപുടവായിട്ട് ഞാൻ അങ്ങനെ ക്ലാസ്സിന് പോവലുണ്ട്. അപ്പോൾ ഇങ്ങനെ കഫംപുടവായിട്ട് പോകുമ്പോഴേ ഇതായിട്ട് പോകുമ്പോൾ അതിൽ കിടക്കാൻ ആളുണ്ടാവില്ല, ഒന്ന് കാണിച്ചു കൊടുക്കാനേ. എന്നിട്ട് കഫംപുടവ അങ്ങനെ നിർത്തി വെച്ചിട്ടവിടെ വെച്ചാൽ പിന്നെ ചില ആൾക്കാർക്ക് അത് നോക്കാൻ കഴിയൂല, ചില ആൾക്കാർക്ക് അതിൽക്കത് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഇതൊരു 3 തുണി എടുത്ത് പോയിട്ട് നമ്മൾ അതിൻ്റെ മുന്നേ എന്നിട്ട് പിന്നെ വിളിച്ച് പറയല, ആരെങ്കിലും ഒരാളിതൊന്ന് പ്രാക്ടീസിന് കിടക്കാൻ വേണ്ടി വേണം, ഒന്ന് കിടന്ന് തരാൻ വേണ്ടി ഒരാൾ വേണമെന്ന് പറയല. എന്നിട്ട് ആരെങ്കിലും ഒരാൾ കിടക്കാൻ സന്നദ്ധമായാൽ പറയും, ഉമ്മ വന്നിട്ട് പറയാം മോനെ കിടത്തണോ, അവൻ പേടിയാവും പറ്റതോ, ഉമ്മ വന്ന് പറയണ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ അവിടെ നിസ്കാരം പൂർത്തിയാക്കിയില്ല, സുജൂദിൻ്റെ ഇടയിൽ എടുത്തു കൊണ്ടുപോവുക. ഇപ്പോൾ നമ്മളിവിടെ എത്ര ആളുണ്ട് ഇവിടെ അല്ലേ? ഇതിവിടെ അങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ കിടത്തിയിട്ട് 3 കഷ്ണം തുണി നിർത്തി കിടത്തിയിട്ട് ഇതിൽ കിടത്തിയാൽ ആർക്കൊക്കെ കിടക്കാം, നമ്മൾ കിടക്കും. നമ്മൾ എന്തിനാ കിടക്കണേ? നമുക്ക് ആരെ മുമ്പിൽ നമ്മൾ കിടക്കും. അപ്പം എനിക്കതിൻ്റെ നിങ്ങളെ മുമ്പിൽ ഇത് വിളിച്ച് പറയാൻ കഴിയും. പക്ഷേ നമ്മൾ ഈ ഒരു 3 തുണിയും ഇതിങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് എന്ത് അറിയോ? അറിയാലോ അല്ലേ? കെട്ടി 3 കെട്ടി മുറുക്കി കെട്ടി
6 കാല് കട്ടിലില് നിന്നെയുമേറ്റി കെട്ടിക്കെട്ടി 3 കെട്ടി മുറുക്കി കെട്ടി 6 കാല് കട്ടിലില് നിന്നെയുമേറ്റി പള്ളിക്കാട്ടിലേക്കാണ യാത്ര മടക്കമതില്ലാത്ത യാത്ര തിരക്കുകളില്ലാത്ത യാത്ര പരലോകത്തേക്കാണ് യാത്ര. ഒരു തിരക്കുണ്ടാവില്ല നമുക്ക്, എനിക്ക് ഒരു തിരക്കുണ്ടാവില്ല. ഒരു തിരക്കില്ലാത്തൊരു പണി നമുക്കത് കിട്ടും. എങ്ങനെ? ആ അള്ളാഹു നിശ്ചയിച്ച സമയത്ത് ഓരോ ആളുകളുടെയും വിട വാങ്ങിയതുപോലെ നമ്മളും ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഇപ്പം അതിന് സന്നദ്ധാവോ എന്ന് ചോദിച്ചാൽ സന്നദ്ധാണ്. കാരണം എന്താ, നമ്മൾക്കത് പ്രശ്നമില്ല. നമ്മളതിൻ്റെ അത് അടുത്ത് നിന്നറിയാനും അത് കാണാനും അത് മനസ്സിലാക്കാനും അതിനെങ്ങനെ അനുഭവിക്കേണ്ടി വരുമ്പോണ്ടല്ലോ നമ്മൾ ഉണ്ടാവില്ല, ഉരുകിപ്പോവും നമ്മൾ. അപ്പം ആ ഒരു ചിന്ത ഞാനടക്കമുള്ള നമ്മൾ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ അടുത്തുണ്ടെങ്കിൽ അവിടെ മുതൽ നമ്മുടെ നിയ്യത്ത് ശരിയാവും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. നെയ്യ സീക്രട്ട് ഓഫ് സക്സസ് എന്ന് തിരിച്ചറിയാൻ മറ്റൊന്നും വേണ്ട. നമ്മളടുത്ത് ആ ചിന്ത ഉണ്ടോ അത് മതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞില്ല അക്സിറു ദിക്റു ഹാദിമുൽ ലദ്ദാത്തുൽ മൗത്ത്. പ്രവാചകൻ വെറുതെ പറഞ്ഞതല്ല. ആ ഒരു ചിന്തയാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ ചിന്ത പടച്ചറബ് ആ ഒരു ചിന്തയും അല്ലേ, ആ ഒരു ചിന്തയോട് കൂടിയുള്ളൊരു യാത്രയും പടച്ചറബ് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഓട്ടോമാറ്റിക്കലി ഞാൻ പറയാതെ തന്നെ എൻ്റെ വിഷയത്തിൻ്റെ നീയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ മനസ്സിലായി. നമുക്ക് ഒരു മണിക്കൂർ ക്ലാസ് എടുക്കണോണ്ട് ഇടയിൽ അത് അത്ര പെട്ടെന്ന് മനസ്സിലായി. രണ്ടാമത്തെ ചിന്ത ഒന്ന് മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. സെക്കൻഡ് വൺ ഈസ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വിജയം ഇതല്ല, ഈ കാണുന്നതല്ല, താഴെ കൊണ്ടേ നിർത്തിയ വാഹനമല്ല, കീശയിലും കയ്യിലുള്ള മൊബൈലല്ല, നമ്മളിട്ട വസ്ത്രമല്ല, ആണോ? ഇതൊന്നുമല്ല. പിന്നെ അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ എന്നിട്ട് ഇങ്ങനെ പറയാണ് അവിടെ എന്താണോ നമുക്കുള്ള വിഭവം, ആ വിഭവങ്ങൾ നമുക്ക് എങ്ങനെയാണ് പറയാം, അത്ര വിഭവങ്ങളുടെ അല്ലേ സ്വർഗീയ ലോകം. ഇപ്പോൾ ആളുകൾ ഇങ്ങനെ ഈ ഫുഡിൻ്റെ പിന്നാലെയാണല്ലോ. ഇതിൽ പല പഴങ്ങളും ഞാനിങ്ങനെ യൂട്യൂബിൽ നിന്ന് അല്ല ഗൂഗിളിൽ നിന്ന് എടുത്തതാണ്. നമ്മളെന്നെ കണ്ടിട്ട് പോലില്ല അങ്ങനത്തെ പല പഴങ്ങളും. നമ്മൾ കാണാത്ത നമ്മൾ തിന്നാത്ത പഴങ്ങളാണ്. ഇങ്ങനത്തെ ഒരു പഴങ്ങളുടെ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിൽ അൻഹാർ എന്നുള്ളൊരു സ്വർഗം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം നമ്മളുടെ നിയ്യത്ത് എന്താ? സ്വർഗമാവണം. ഇതിന് വേറെ ഒരു നിയ്യത്ത് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. നിസ്കരിക്കാൻ നിൽക്കുന്നവൻ്റെ ഉദ്ദേശം എന്താ? അത് ഈ പഴങ്ങളാ, അതിവിടുത്തെ തോട്ടങ്ങളാ. നിങ്ങളിങ്ങനെ ചിത്രത്തിൽ കാണുന്ന ഒരു തോട്ടം, ഇവിടുത്തെ തോട്ടാട്ടോ, ആപ്പിളും എന്തോ പഴം വീണ് കിടക്കുക. അത് അവിടെ കൊണ്ട് കഴിയില്ല. അങ്ങോട്ടൊക്കെ മരാ. ഒരു മരത്തിൻ്റെ അടുത്ത് നിർത്തുന്നുള്ളൂ, അപ്പുറത്തേക്കൊക്കെ മരാണ്. മരത്തിൻ്റെ ഓരോ മരത്തിൻ്റെ ഇടയിലൂടെ അങ്ങനെ അവിടെയൊക്കെ മരാ. ലൈറ്റ് അങ്ങോട്ട് വരില്ല എന്നുള്ളൂ. അവിടെ അങ്ങോട്ടൊക്കെ വരി 24 hours 24 മണിക്കൂറും 12 മാസവും കായ്ച്ചു നിൽക്കുന്ന ഖനികളുടെ അല്ലേ പഴങ്ങളുടെ ഒരു വിഷാംശമില്ലാത്ത അങ്ങനെ നമ്മൾ ഇഷ്ടമുള്ള പലതുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള പലതുണ്ട്. അങ്ങനെ പലതരം ജ്യൂസുകളുടെയും പലതരം അത്ഭുതങ്ങളുടെ ഒരു ലോകം. പിന്നെ കുട്ടികളാണ്. ലോകത്തെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിച്ച സൈറ്റിനെ കുറിച്ചൊരു പഠനം ഉണ്ടായിരുന്നു. ബേബീസ്, കുട്ടികളെയാണ്. കുട്ടികളുടെ കളിപ്പാട്ടാണ് ഏറ്റവും അധികം വിറ്റഴിക്കുന്നത്. ഇന്ന് ഈ ഡിജിറ്റൽ മേഖലയിൽ വലിയ സമ്പത്ത് ചെലവഴി ഉണ്ടാക്കുന്നതാണ് ഈ കുട്ടികളുടെ. അപ്പോൾ മക്കളിപ്പോൾ ഫോൺ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഞാൻ വന്നപ്പോൾ ഇവിടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. വീഡിയോസ് ഉണ്ടല്ലോ, കുട്ടികളുടെ കാർട്ടൂണുകൾ, കുട്ടികളുടെ കുറേ സാധനങ്ങളില്ലേ, ആ സാധനങ്ങൾ മൊത്തം നമ്മളെ ലക്ഷ്യം വെച്ചിട്ട്. കാരണം എന്താ, അതിൽ വല്ലാത്തൊരു സ്വാധീനമുണ്ട്. സ്വർഗീയ കുട്ടികൾ ഖുർആൻ അവിടെ പറഞ്ഞില്ല. ഇതൊക്കെ ഇവിടുത്തെ കുട്ടികളാട്ടോ, ഇതൊക്കെ ഇവിടുത്തെ കുട്ടികളാ. സ്വർഗീയ കുട്ടികളെ കുറിച്ച് പറഞ്ഞത് എന്താ ഖുർആൻ പറഞ്ഞത്?
യതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബതഹും ലുഅൻ മൻസൂറ. അവിടെ ഇങ്ങനെ വാരിട്ടാൽ ഇങ്ങനെ മുത്തുമണികൾ, ആ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു മക്കളും കുടുംബം. ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെ അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്ന. ഇത് രണ്ടും നമ്മളെ നല്ല നിയ്യത്തുള്ള പ്രവർത്തനത്തിലേക്ക് പോകും. ആള് കൂട്ടം വേണ്ട. ആരുമില്ലാതെ ഒരു ഉപ്പയും ഉമ്മയും ഒറ്റപ്പെട്ടു പോവില്ല. ആൾക്കൂട്ടത്തിലുള്ള ആളുകളെ കാണിക്കാനുള്ള ചിന്ത ആ മോൻ്റെ മനസ്സിലുണ്ടാവില്ല. ആ മോൻ്റെ മനസ്സിൽ സ്വർഗമാണ് ഉണ്ടാവുക. ആ മോൻ്റെ മനസ്സിൽ നാളെ ഞാൻ ചെല്ലുന്ന ഖബറിടാണ് ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ അവിടെ തന്നെ റെഡി. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഇരുത്തത്തിൻ്റെ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഒക്കെ നിയ്യത്ത്, അത് നമ്മുടെ മനസ്സും. അതാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ മഹല്ല് എന്ന് പറയുന്നത് നമ്മുടെ കൽബാണ്. മഹല്ല് എന്ന് പറയുന്നത് നമ്മുടെ കൽബാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, അങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഇരിക്കുമ്പോൾ 4 നേട്ടം ലഭിക്കപ്പെടും. അള്ളാഹിൻ്റെ വീട്ടിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുകയും അത് ചർച്ച ചെയ്യുകയും പഠിക്കുമ്പോൾ 4 നേട്ടം ലഭിക്കപ്പെടും. ഇല്ല നസലത്ത് അലൈഹിമുസ് സക്കീന, അവർക്ക് പടച്ചറബൻ നിത്യ സമാധാനം വർഷിക്കപ്പെടാതിരിക്കുകയില്ല. വഗശിയത്തുഹുമുർ റഹ്മ, റഹ്മത്ത് കൊണ്ട് അനുഗ്രഹങ്ങളെ കൊണ്ട് അവരെ മൂടും, പൊതിയും, ആവരണം ചെയ്യും. വഹഫത്ത് ഉമുൽ മലായിക, മാലാഖമാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, അവർക്ക് വലയം ചെയ്യും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവർ വിട്ടു പോണത് വരെ, സദസ്സ് വിട്ട് പിരിഞ്ഞു പോകുന്നവരെ. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ, അള്ളാഹുവിൻ്റെ സമീപസ്ഥമായ മാലാഖമാരോട് ഈ സമയത്ത് ഭൂമി ലോകത്ത് ഖുർആൻ്റെ മുമ്പിൽ ഇരിക്കുന്ന, പള്ളിയിലിരിക്കുന്ന, ഇതുപോലെ പഠിക്കാനിരിക്കുന്ന ആളുകൾക്ക് അവരെക്കുറിച്ച് സംസാരിക്കുന്ന. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൻ്റെ വെളിച്ചത്തുള്ള പഠനം. അത്ഭുതമാണ്. അപ്പോൾ എല്ലായിടത്തും പള്ളിയും നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ ഒരു ഇബാദത്തായി മാറും. ഇതൊരു ഇബാദത്തായി മാറൽ അപ്പോഴാണ്. ആ മനസ്സോടു കൂടിയുള്ള ചിന്തയും ഗവേഷണവും ഓർമ്മയാണ് പടച്ചറബ് എല്ലാ അർത്ഥത്തിലും കാര്യങ്ങൾ അറിഞ്ഞ് അമൽ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്ര നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി എളുപ്പമാണ് നിയ്യത്തിലേക്ക് പോകാൻ. വേഗം നമ്മൾ നിയ്യത്തിലേക്ക് പോവാം. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൻ്റെ ശേഷം നമുക്ക് ഓരോന്നോരോന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം, ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞു. നിയ്യത്തിൻ്റെ ഡെഫിനിഷൻ പറയേണ്ട ആവശ്യമില്ല. എന്നെ ഈ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരാനും സംസാരിക്കാനും ഞാൻ ഈ പ്രവൃത്തി ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്താണോ അതാണ് നിയ്യത്ത്. നിയ്യത്ത് എങ്ങനെയാണ്? അത് മനസ്സിൽ കരുതലാണ്. എന്നിട്ട് ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി തീരുമാനമെടുക്കലാണ്. ഒന്ന് മനസ്സിൽ കരുതലും പിന്നെ അത് ചെയ്യാൻ വേണ്ടി തീരുമാനമെടുക്കലുമാണ്. അതാണ് നിയ്യത്ത്. അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള നിയ്യത്ത് നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ മഹല്ല് കൽബാണ്. കൽബുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹു ആ കൽബിലേക്കാണ് നോക്കുക. മനസ്സിനെ കുറിച്ച് അറിയുന്നത് വേറെ ആരുമില്ല. ആ വാനലോകത്തെ മാലാഖമാർക്കോ നമ്മളെ സദസ്സുള്ള വാനലോകത്തുള്ളവർക്കോ സദസ്സുള്ളവർക്കോ ഒരു ഭൂമുഖത്തുള്ള ഒരു മനുഷ്യനും ഒന്നിനും മനുഷ്യൻ്റെ മനസ്സിനെ അറിയാനുള്ള കഴിവില്ല. അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. ആ അള്ളാഹു അവനെ നോക്കുക അവൻ്റെ കൽബിലേക്കാണ്. അങ്ങനെ വരുമ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നാളെ നമുക്ക് ലഭ്യമാവാതെ വന്നാൽ അവിടെയാണ് പോയിൻ്റ്, അവിടെയാണ് വരുന്നത്. നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് നാളത്തെ ലോകത്തേക്ക് നമുക്ക് ലഭ്യമാവാതെ വന്നാൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ച. ഇപ്പം നമ്മൾ പറഞ്ഞു ഖബറിൻ്റെയും മരണത്തിൻ്റെയും ചിന്തയൊക്കെ നമ്മൾ പറഞ്ഞു. അവിടെ നമ്മൾ ഒന്ന് സങ്കല്പിച്ച് നോക്കുക, നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ എത്ര കർമ്മങ്ങളിൽ മുഴുകി എന്തെല്ലാം കാര്യങ്ങളിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നു നമുക്കറിയാം. അങ്ങനെ നമ്മൾ ആരാധന ചെയ്യുന്നു, സൽക്കരനിരതമായി ജീവിക്കുന്നു, മാസങ്ങൾ വർഷങ്ങൾ സൗദിയിൽ ഖത്തറിൽ വെയിലിൽ നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. ആരുടെയും സഹായമില്ലാതെ ഒരാളുടെയും സഹായമില്ലാതെ നമ്മൾ ഒറ്റക്ക് നമ്മൾ പലതും നേരിടേണ്ടി വരിക. ആലോചിച്ച് ഒരാളും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനില്ല. പണമില്ലാതെ, പൈസ ഇല്ലാതെ, വിശപ്പ് മാറാതെ, ഉറക്കം പൂർത്തിയാവാതെ, നിങ്ങൾ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടാവും, ഉറങ്ങി പൂർത്തിയായില്ല, എന്നിട്ടും ആ ഹോസ്പിറ്റലിൽ കാലിൽ നീരും വെച്ച് അവിടെ നിൽക്കുക. നമ്മൾ തന്നെ അസുഖത്തിൽ, എന്നിട്ടും നമ്മൾ പലരുടെയും ആവശ്യത്തിന് ഓടുക. ഇങ്ങനെ അങ്ങേയറ്റത്തെ വിശപ്പിനിടയിൽ നോമ്പെടുക്കുക, നോമ്പെടുത്തിട്ട് വൈകുന്നേരമായപ്പോത്തിനും ഹോസ്പിറ്റലാവുക, നമ്മളല്ല നമ്മൾ കൊണ്ടുപോകേണ്ടി വരിക.
എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് തറാവിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളൊന്ന് കിടക്കാൻ നോക്കുമ്പോഴത്തേനും ഉമ്മാനായിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോവുക. അങ്ങനെ പോവേണ്ടി വരിക, യാത്ര ചെയ്യേണ്ടി വരിക, മക്കൾക്ക് വേണ്ടി യാത്ര ചെയ്യേണ്ടി വരിക. നമ്മളെ പല ആവശ്യങ്ങൾക്കുള്ള സമ്പത്ത് എടുത്തിട്ട് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ഹവ്വ കോളേജിലുള്ള കുട്ടികളുടെ ഒരു സംഗമം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. കുട്ടികളങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളെ ഉമ്മ ഇപ്പം വീട്ടിലുള്ളത്, നിങ്ങൾ ഇവിടെ, നിങ്ങൾ റിസോർട്ടിലും, നിങ്ങളെ ഉമ്മ വീട്ടിലും. നിങ്ങൾ ചെന്നോടെ തന്നെ ഉമ്മാനോട് ചോദിക്കുക, നിങ്ങൾ ഉമ്മാക്ക് എന്താവാനാണ് ആഗ്രഹം, എന്താ നിങ്ങൾ ഉമ്മാക്കാവാൻ ആഗ്രഹം ചോദിച്ചു നോക്കുക. അപ്പോൾ കുട്ടികൾ പറഞ്ഞാൽ ചോദിക്കുന്നൊന്നും ആവശ്യമില്ല, ഉമ്മ പറഞ്ഞിട്ടുണ്ട്, ഉമ്മാൻ്റെ ആവശ്യം MBBS ആണ് പറയുന്നത്. ഒരു കുട്ടിയാണ് കരയാണ്. കാരണം എൻ്റെ ഉമ്മ കല്യാണം കഴിഞ്ഞ് ഞങ്ങളൊക്കെ ജനിച്ചതോടുകൂടി പഠനം നിന്നുപോയി, പഠനമൊക്കെ നിർത്തി, വീട്ടിലാ, അത്രയും മാർക്കുണ്ട്, അത്രയും പൈസ ഉണ്ട്, സൗകര്യങ്ങളുണ്ട്, സാഹചര്യമുണ്ട്. പക്ഷേ ഈ മക്കളെയും കുട്ടികളായിട്ട് പിന്നെ പഠിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഉമ്മ ഇപ്പം വീട്ടിലാണ്, അടുക്കളയിലാണ്, അല്ലെങ്കിൽ അവിടെയാണ് ഉമ്മാൻ്റെ അടുത്ത്, വല്യമ്മാൻ്റെ അടുത്ത് അവിടെ നിൽക്കുക. അവിടെയാണ് നമ്മൾ റിസോർട്ടിൽ നമ്മളെ പഠിപ്പിക്കാൻ വിടുക. അപ്പോൾ ആ രൂപത്തിൽ പലർക്കും ത്യാഗം ചെയ്ത്, ത്യജിച്ച്, സഹിച്ച്, വിട്ടുവീഴ്ച ചെയ്ത്, രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം നേരം വൈകി ഉറങ്ങി, മുറിവേറ്റ്, പ്രയാസപ്പെട്ട്, ഞാൻ പറയണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ആയിട്ട് അവിടെ ചെല്ലുമ്പോൾ നാളെ ഇതൊന്നുമില്ല. ഇതൊക്കെ കയ്യിൽ നിന്ന് പോയ അവസ്ഥ. എന്താ അതിൻ്റെ കാരണം? കർമ്മം ചെയ്യാത്തതുകൊണ്ടാണോ? കർമ്മം ചെയ്യാത്തതുകൊണ്ടല്ല. അവിടെയാണ് നമ്മൾ പഠിക്കുന്ന ഉത്തരം ഒന്നേ ഉള്ളൂ, ഒരേ ഒരു ഉത്തരം. അവിടെ നീയത്തിൻ്റെ പോരായ്മയാണ്. അപ്പം നമ്മുടെ ജീവിത വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഇടയിലുള്ള നേർത്തൊരു നൂൽപാലമാണ് നീയത്ത് എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, അതിനേക്കാളൊക്കെ വലുത് നമ്മുടെ ഹൃദയത്തിൽ അതിനുള്ള സ്ഥാനം എത്രയാണ്, അതിൻ്റെ ഉദ്ദേശശുദ്ധി എത്രയാണ്, അല്ലേ? വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവിടാണ് അമാ ഉമിറു, അതല്ലാതെ നമ്മോട് കൽപ്പിച്ചിട്ടില്ല. ഇഖ്ലാസോട് കൂടി ചെയ്യാനല്ലാതെ ഉള്ള കൽപ്പനയില്ല. അതാണ് ആ ഇഖ്ലാസോട് കൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ അതിൻ്റെ പോരായ്മയാണ്. അപ്പം എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം കിടക്കുന്നത് അവിടെയാണ്. അത് വരുന്നതോടുകൂടി എല്ലാ പ്രശ്നവും മാറും. ആൾ നോക്കണ്ട, ആരും പരിഗണിക്കണ്ട, ആരുടെയും പരിഗണന ഇല്ലെങ്കിലും ഞാനത് ചെയ്യും. മറ്റേത് ആളുകളുടെ പരിഗണന നോക്കിക്കും, ആളുകളുടെ കയ്യടി നോക്കിക്കും. പലയിടത്തും ആളുണ്ടാവില്ല, പലയിടത്തും ശ്രദ്ധ ഉണ്ടാവില്ല. ഇവിടെ എല്ലായിടത്തും എന്നെ നിരീക്ഷിക്കുന്നവനായ ഒരു റബ്ബുണ്ട്. ഞാൻ എൻ്റെ റബ്ബിൻ്റെ നിരീക്ഷണത്തിലാണെന്നൊരു സഹാബി വര്യം പറയുന്നുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിൽ ജഹാലത്തിൻ്റെ എല്ലാ ജീർണതയും കൊണ്ടു നടന്നൊരു സഹാബി വര്യൻ, പേര് ഞാൻ മറന്നുപോയി. ആ സഹാബി വര്യൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി അവിടെ ചെന്നപ്പോഴും അവിടെ എത്ര ജഹാലത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ ആ സഹാബി വര്യൻ പറയുന്നുണ്ട്, ഞാൻ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ്, ഞാൻ അതൊക്കെ അവിടെ നിട്ടച്ച് പോന്ന്, ഞാൻ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാന്ന് പറയുന്നുണ്ട്. ഈ രൂപത്തിലുള്ള ആ ഒരു നിരീക്ഷണത്തിലേക്ക് നയിക്കുന്ന ആ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ, അതെന്നെ അള്ളാഹു കാണുന്നുണ്ട്. അൽ ഇഹ്സാനു അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു. അല്ലേ? അൽ ഇഹ്സാൻ പറഞ്ഞില്ലേ, ഈമാനും ഇസ്ലാമൊക്കെ പഠിപ്പിച്ചില്ലേ, ഇഹ്സാനും പഠിപ്പിച്ചില്ലേ. ഇഹ്സാൻ അതാണ്, കഅന്നക തറാഹു. അവിടെ നമ്മളെ കാണുന്നില്ലെങ്കിലും, അല്ലെ നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു എന്നെ കാണുന്നു എന്ന നിയ്യത്തോടു കൂടിയുള്ള നമ്മുടെ ആ ഒരു പ്രവർത്തനം, അതിൻ്റെ കുറവാണ്. പടച്ച റബ്ബ് നമ്മുടെയൊക്കെ കർമ്മങ്ങളിലെ എല്ലാ പോരായ്മയും പടച്ച റബ്ബ് നികത്തി അത് നമുക്ക് ഏറെ അനുഗുണമാകുന്ന, പരലോകത്തേക്ക് നമുക്ക് വഴി കാണിക്കുന്ന സ്വാലിഹായ സൽക്കർമ്മങ്ങളാക്കി അവയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമുക്കിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ അറിയുമ്പോഴേ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിങ്ങനെ വിങ്ങും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അള്ളാഹിൻ്റെ പക്കലാണ്. മനുഷ്യനാണ്, നമുക്ക് തന്നെ അറിയാം പോരായ്മ ഉണ്ടെന്നറിയാം. സ്കരിക്കുമ്പോൾ പോരായ്മ ഉണ്ട്, നമുക്ക് തന്നെ അറിയാം. അതിൽ വിട്ടുവീഴ്ച ചെയ്ത് തരേണ്ടത് അള്ളാഹുവാണ്. അപ്പം അത്രയും പ്രധാനപ്പെട്ടതാണ്, നമുക്കറിയാലോ അല്ലേ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ നബി വചനം തുടങ്ങുന്നത് തന്നെ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ. ഇമാം നവവി റഹ്മത്തുള്ളാഹിയുടെ അർബഊന എന്ന ഹദീസ് ഗ്രന്ഥത്തിൻ്റെ തുടക്കം അതാണ്. ഈ ഹദീസ് മുത്തവാത്തിർ എന്ന് പറയും അല്ലേ. ഹദീസ് മുത്തവാത്തിർ പഠിച്ചില്ലേ? മുത്തവാത്തിർ
ലഈഫ്, സഹീഹ്, ഹസൻ എന്നൊക്കെ പറഞ്ഞെടുത്ത് മുത്തവാത്തിറായ ഹദീസാണ്. കുറേ ആളുകളിലൂടെ പ്രബലമായി റിപ്പോർട്ട് ചെയ്തു വന്ന ഹദീസാണ്. ഒന്നാമത്തെ ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എല്ലാ കർമ്മങ്ങളും നിയ്യത്ത് കൊണ്ടാവട്ടെ എന്നാണ്. അപ്പം അത് കർമ്മങ്ങൾ നിയ്യത്ത് കൊണ്ടാവട്ടെ എന്ന് വെറുതെ പറഞ്ഞതല്ല. ആ കർമ്മങ്ങൾ നിയ്യത്ത് കൊണ്ടാവണമെന്നുള്ള കൽപ്പന എൻ്റെയോ നിങ്ങളുടെയോ കൽപ്പനയല്ല, തീരുമാനമല്ല. പിന്നെ എന്താണ്? ഇത് വെറുമൊരു വാക്കല്ല, സിട്ടാവിൻ്റെ, ആകാശഭൂമികളുടെ സൃഷ്ടിച്ച സിട്ടാവിൻ്റെ കോടതിയിലെ കൽപ്പനയാണത്. അങ്ങനെയാണ്, കോടതിയുടെ നിയമമാണത്. അതാണ് അവിടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഇപ്പം അത് മാത്രമല്ല, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ഒരു ഹദീസിന് നമുക്കൊക്കെ അറിയാം, ഇതിനൊരു സാഹചര്യം ഉണ്ട് ഇതിനല്ലേ. ഈ ഹദീസിനൊരു സാഹചര്യം ഉണ്ട്. എന്താ ഹദീസിൻ്റെ സാഹചര്യം? അത് അവതീർണമാകുന്നത് ഹിജ്റയുമായി ബന്ധപ്പെട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്താ? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ. എല്ലാ കർമ്മങ്ങളും നിയ്യത്ത് കൊണ്ടാണ്. നിയ്യത്ത് വളരെ സുപ്രധാനമാണ്. ഞാൻ ആമുഖമായി പറഞ്ഞ പോലെ നിയ്യത്തുകൾ ഷർത്തായി പറഞ്ഞവരുണ്ട്, നിബന്ധനയായി പറഞ്ഞവരുണ്ട്, റുക്നായി പറഞ്ഞവരുണ്ട്, ഫർളായി ഒക്കെ പറഞ്ഞവരുണ്ട്. ആയിക്കോട്ടെ, അത് ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. നമ്മൾ എങ്ങനെ, ഒരുവൻ എങ്ങനെ അതിനെ, ഏത് രൂപത്തിൽ അതിനെന്ത് ചെയ്യുന്നു, നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ അതിനെ ആ രൂപത്തിലായിരിക്കും, വ്യത്യസ്തമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടുപേര് നിസ്കരിക്കുന്നുണ്ട്. ആ നിസ്കാരത്തിൻ്റെ സുജൂദും റുക്കുവും അത്തഹിയാത്തും ഒക്കെ ഒരുപോലെയാണ്, പക്ഷേ പ്രതിഫലം ഒരുപോലെയല്ല. ആ രൂപത്തിൽ പ്രതിഫലത്തിൽ വ്യത്യാസം വരുന്നത് അവനവൻ്റെ പ്രവർത്തനത്തിനനുസരിച്ച്, ഓരോരുത്തരുടെ വ്യക്തിപരമായ പ്രവർത്തനത്തിനനുസരിച്ചാണ്, അവൻ കരുതുന്നതിൻ്റെ ഉദ്ദേശശുദ്ധിക്കനുസരിച്ചാണ്. എന്നിട്ട് ഫമൻ കാനത്ത് ഹിജ്റത്തുഹു, എന്നിട്ട് അവിടെ പറയാണ് ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. അവിടെ പ്രവാചകൻ അവിടെ ചെന്നിട്ട്, അല്ലെങ്കിൽ ആ രൂപത്തിൽ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഹജറ, അല്ലേ? ഖുർആനിൽ ഹജറ എന്നുള്ള പദം വഹ്ജുറൂഹുന്ന ഫിൽ മലാജി എന്നൊക്കെ പറഞ്ഞില്ലേ, വെടിയ. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണോ ഈ ത്യാഗം സഹിച്ച് നിങ്ങൾ എത്തിയതെങ്കിൽ, വഹ്ജുറൂഹുന്ന ഫിൽ മലാജി എന്നുള്ള പദം അവിടെ ഉണ്ട്. ആ ഒരു ഹജറ എന്നുള്ള പദത്തെ വെച്ച് പറഞ്ഞെന്ന് മാത്രം. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ ഉദ്ദേശത്തിനനുസരിച്ച് അത് പുണ്യമായി മാറും. ആരോടത് പറയുന്നത്? നിങ്ങൾ അറബികൾ, സുഖവാസത്തിൽ കഴിയുന്നവർ, ദീന് ലഭിച്ചതോടുകൂടി അവർക്ക് നാട്ടിൽ നിക്കപ്പുറതിയില്ലാത്ത സാഹചര്യത്തിൽ അവരെന്ത് ചെയ്യാണ്? മദീനയിലേക്ക് നാട് വിടുകയാണ്. മദീനയിലേക്ക് പോകുമ്പോൾ പലതും ഇവിടെ ഉപേക്ഷിച്ചാണ് പോണത്. എന്താ ഉപേക്ഷിച്ചത്? അവരുടെ സ്വത്ത് പലതും, സമ്പത്ത് എല്ലതും പറയണ്ടല്ലോ, വലിയ അവരുടേതായ വിഭവങ്ങൾ, വീട്, നാട്, കുടുംബം, മണ്ണ്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ടു പോകുമ്പോൾ കരഞ്ഞിട്ടാണ് പോണത്. പോകുമ്പോൾ തന്നെ പാതി വഴിയിൽ ആക്രമണങ്ങളുണ്ട്. ആ മക്കയുടെ അതിർത്തിയിൽ അവരെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പോയിക്കോളി. ഒരു പേപ്പർ പോലും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂല. ഒരു പേപ്പർ പോലും ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ വെച്ചിട്ട് ഭക്ഷണപ്പൊതിയായി വന്നവിടെ ഭക്ഷണം വാങ്ങി വെക്കുകയാണ്, അവിടെ വസ്ത്രം വാങ്ങി വെക്കുകയാണ്, അവിടെ ചെറിയ അവിടെ നിന്ന് ഇവിടുന്ന് പെറുക്കിയെടുത്ത നാണയങ്ങളുടെ കിഴി വാങ്ങി വെച്ചിട്ട് പിന്നെ അവർ കണ്ണിൽ വെള്ളം നിറച്ച് കയ്യും വീശിയിട്ട് കടന്നു പോവുക. അവർക്കറിയാം 450 കിലോമീറ്റർ അല്ലേ ഈ നടത്തം, അവിടെ എത്തുമെന്നറിയില്ല, വാഹനങ്ങളില്ല, ഭക്ഷണമില്ല, വഴിയില്ല, ഒന്നും അറിയില്ല. ഒറ്റപ്പെട്ട ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങുന്നവർ ഇത്ര ദുരിതത്തിൽ, കഠിന ചൂടിൽ അവർ ആ ഹിജ്റക്ക് പുറപ്പെടുമ്പോൾ ആ ഹിജ്റ അത്രമാത്രം അങ്ങനെ തന്നെയാണ്, അതിൻ്റെ പ്രവർത്തനം അങ്ങനെ തന്നെയാണ്. ആ യാത്രക്കിടയിൽ ഒരു ചരിത്രത്തിലൂടെ എങ്ങനെ കാണാൻ പറ്റും? ഉമ്മു ഖൈസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. അപ്പോഴാണ് ഹിജ്റക്കെ. ഏതായാലും ഇപ്പോൾ എല്ലാവരും പോയി, ഞാനും എന്ത് ചെയ്യാൻ, നബീൻ്റെ കൂടെ പോയി അവിടെ മദീനത്ത് ചെല്ലുക, ഉമ്മു ഖൈസ് അവിടെ ഉണ്ട്, അവിടെ നിന്ന് വിവാഹം കഴിക്കാം എന്ന ഉദ്ദേശത്തിൽ ഒരാൾ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങിയ കൂട്ടത്തിൽ എല്ലാവരും പ്രവർത്തനം ഒരുപോലെയാണ്, ഉദ്ദേശം ഒന്ന് തന്നെയാണ്, ഹിജ്റ തന്നെയാണ്. പക്ഷെ അതിനിടയിൽ നമ്മൾ കരുതുകയാണ്, അല്ലെങ്കിൽ ഒരാൾ കരുതുകയാണ്, എനിക്കെന്ത് ചെയ്യാം, എൻ്റെ ഹിജ്റ അങ്ങനെ ആ രൂപത്തിൽ. വമൻ കാനത്ത് ഹിജ്റതുഹു ലിദ്ദുനിയ യുസീബുഹാ അവ ഇംറഅത്തുൻ യൻകിഹുഹാ. അവളെ വിവാഹം കഴിക്കാനൊക്കെ ആണെങ്കിൽ അത് അവന് കിട്ടി. നല്ല ജോലി പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ മദീന നല്ല ജോലിയും സമ്പത്തും അത് കിട്ടി. അല്ല, അള്ളാഹുവിലേക്കാണ് ഹിജ്റയെങ്കിൽ അള്ളാഹു ആ ഹിജ്റക്ക് വലിയ പ്രതിഫലം നൽകും. രണ്ടാളുടെയും പ്രവർത്തനം ഒന്നാണ്. ഞാൻ നേരത്തെ സുബഹിൻ്റെ മുമ്പുള്ള പള്ളിയിൽ കയറിയ തഹിയ്യത്തും സുബൈൻ്റെ മുമ്പുള്ള സുന്നത്തും സുബൈക്കുള്ള 2 റക്കായത്തും ഒക്കെ ഒന്നായത്, ഒരേ റക്കായത്തുകളായതുപോലെ അതിലെ വ്യത്യാസം വരുന്നത് ആ കരുതലിലാണ്. അപ്പം എത്ര സൂക്ഷ്മത പുലർത്തണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ആ ഒരു ഭാഗം. അപ്പം അവിടെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഒക്കെ എത്ര വലുതാണെങ്കിലും നമ്മളെ ആഗ്രഹത്തിനനുസരിച്ചിരിക്കും അതിൻ്റെ പ്രതിഫലം എന്ന് പറയാം. അവിടെയാണ് നിയ്യത്ത് കിടക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഞാനിങ്ങനെ അരീക്കോട് നിന്നാണ് ഇപ്പോൾ വരുന്നത്, കോളേജിൽ നിന്നാണ് എൻ്റെ വരവ്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എൻ്റെ GPS
ഞാൻ സെറ്റ് ചെയ്തത് 16ങ്ങളിലേക്കാണെങ്കിൽ അത് അതിനനുസരിച്ച് പോരും. അല്ലാതെ വണ്ടി നല്ല, നിങ്ങളുടെ വാഹനം മികച്ചതാണ്, ഇന്ധനം നല്ല നിറച്ചും ഇന്ധനമുണ്ട്, പക്ഷേ നമ്മൾ കൊടുത്ത ലൊക്കേഷന് അത് കറക്റ്റായില്ല. ഈ സുജൂദുകൾ ചെയ്യുന്ന അല്ലേ, അവിടെ നല്ല സൗകര്യം ഉണ്ടായിട്ട് കാര്യമില്ല, നല്ല ആരോഗ്യം ഉണ്ടായിട്ട് കാര്യമില്ല, ദീർഘനേരം ചെയ്തിട്ട് കാര്യമില്ല. ഉണ്ടോ? ദീർഘനേരം ചെയ്തത് കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് അവിടെ നമ്മൾ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ GPS സെറ്റ് ചെയ്ത് എങ്ങോട്ടാണിത്, ഡയറക്ഷൻ എങ്ങോട്ടാ, അതിങ്ങനെ മാറും, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം അത് മാറാനുള്ള, നീയത്ത് മാറാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ മാത്രം സംസാരിക്കുക, നിങ്ങളിങ്ങനെ തരിച്ചിരിക്കുക. നീയത്ത് മാറാനുള്ള കാരണങ്ങൾ എന്തൊക്കെ? ഒന്ന് ദുനിയാവിൻ്റെ ചിന്ത, അത് മാറണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പരലോകത്തെക്കുറിച്ചും അള്ളാഹിനെക്കുറിച്ചും ആ ഒരു ബോധം, ഖബറൊക്കെ ഉള്ളതെങ്കിൽ മാറും. പിന്നെന്താ, ഇങ്ങനെ ആൾക്കാർ നടക്കുകയാണ് അല്ലേ, ദുനിയാവിലെ ചിന്തയാണ്. മരുഭൂമിയിലൂടെ അങ്ങനെ പോകുമ്പോഴേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മരുഭൂമിയിലൂടെ യാത്രക്കടയിൽ കുറേ ദീർഘയാത്രയായി, വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്, ദാഹം മാറ്റുന്നുണ്ട്, പക്ഷെ എന്നാലും ദാഹം നിൽക്കുന്നില്ല, അത്രയും കഠിന ചൂടാ. ആ യാത്രക്കടയിൽ ഇങ്ങനെ ഒരു മെലിഞ്ഞൊട്ടിയ ഒരു ആട്ടിടയനെ വഴിയിൽ കാണും. 10-20 ആടുകളുണ്ട്. ഒരു പുതച്ചിട്ടുള്ള, ഒരു പഴയ പുതപ്പ് പുതച്ചിട്ടുള്ള, താടിയൊക്കെ നീട്ടിയിട്ടുള്ള ഒരു മെലിഞ്ഞ മനുഷ്യൻ ഒരു വടിയും പിടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ചെറിയൊരു മരത്തണല, അങ്ങനത്തെ തണലൊന്നുമില്ല, ചൂടാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകത്ത് നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, സഹോദരാ, സലാം പറഞ്ഞിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവനായ മനുഷ്യ, കുറച്ചു നേരം സംസാരിച്ചിരിക്കാനും ഞാൻ കൊണ്ടുവന്ന ഭക്ഷണം കുറച്ചു നേരം പങ്കിട്ട് കഴിക്കാനും നമ്മളൊന്ന് എൻ്റെ കൂടെ കൂടുന്നോ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ചു നേരം സംസാരിക്കാം, പക്ഷെ ഭക്ഷണം കഴിക്കാൻ ഞാനില്ല, അനസായിമുൻ, ഞാനിന്ന് നോമ്പുകാരനാണെന്ന് പറയാം, ഞാനിന്ന് നോമ്പുകാരനാണെന്ന് പറയാം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കുറച്ച് അത്ഭുതത്തോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇത്രയും ദീർഘയാത്രക്കടയിൽ എൻ്റെ കൊണ്ടുവന്ന വെള്ളമൊന്നും പോരായത്ത അവസ്ഥ, കുടിച്ചതിനും ദാഹം മാറുന്നില്ല, അതിന് പുറമെ നിങ്ങളൊന്ന് തലകറങ്ങി വീണാൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം എടുത്തരാൻ ഈ പരിസര പ്രദേശത്ത് മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഈ ചൂടിൽ, ഈ അസൗകര്യങ്ങൾക്ക് നടുവിൽ, ഈ ക്ഷീണിച്ച ശാരീരിക ക്ഷീണത്തിനിടയിൽ നിങ്ങൾ എന്തിനാ നോമ്പ് നോറ്റ് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, സഹോദരാ, ചെരുപ്പ് ധരിക്കാത്ത, വസ്ത്രമണിയാത്ത, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത രൂപത്തിൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിൽക്കേണ്ടി വരും എന്നുള്ള ബോധത്തിലാണ് ഞാൻ നോമ്പ് വച്ചത്. ഇവിടുത്തെ ചൂടൊന്നും ഒന്നായിട്ട് തോന്നിയില്ല, കാരണം എൻ്റെ മനസ്സിൽ മുഴുവനും നാളെ ഞാൻ ചെരുപ്പിടാതെ അല്ലേ, ഈ ചൂടത്ത് ചെരുപ്പിടാതെ നിൽക്കാൻ ആർക്കും കഴിയില്ല. ഞാൻ ചെരുപ്പിട്ടിട്ടാണല്ലോ, അദ്ദേഹം പറയാം, ഈ ചൂടത്ത് വെള്ളം കുടിക്കാതെയും പ്രയാസപ്പെട്ട് ചൂടത്ത് സഹിച്ച്, അപ്പം ഈ ചൂടൊന്നുമല്ല, നാളെ വസ്ത്രമണിയാതെ, പുതപ്പുണ്ട് പക്ഷെ വസ്ത്രം ഉണ്ടാവില്ല എനിക്ക്, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത രൂപത്തിൽ നാളെ പടച്ചോൻ ഒരുമിച്ച് കൂട്ടുന്നൊരു വേളുണ്ട്. ആ വേളയെക്കുറിച്ച്, അവിടുത്തെ ശിക്ഷയെക്കുറിച്ച് ഓർത്ത് കത്തുന്ന ശംസ് ഉരുചാണു മീതെ, കത്തിപ്പാടരുന്ന ചൂടാണ് താഴെ, കർത്താവിൻ മുമ്പാലെ എത്തുന്ന നമ്മൾ ഓർത്ത് ആർത്തു വിളിക്കുന്നു, യാ നഫ്സി നഫ്സി, സ്വന്തം നഫ്സുമായിട്ട് അല്ലേ. അങ്ങനെ മുഷ്ഫിഖീന മിമ്മാ ഫീഹി എന്ന് പറഞ്ഞില്ലേ, യാ വൈലത്തനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ എന്നൊക്കെ ഖുർആൻ പറഞ്ഞില്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഇങ്ങോട്ട് അലമുറയിട്ട് ഓടുക. സൂറ കഹ്ഫ് 49-ാമത്തെ വചനം, 48-ാമത്തെ വചനം. അങ്ങനെ ആ ഗ്രന്ഥം അങ്ങനെ കിട്ടുമ്പോൾ അവിടെ അങ്ങനെ ഓടേണ്ടി വരിക, ഞാനിങ്ങനെ ഓടേണ്ടി വരിക. തൻ്റെ മാനസികമായ പോറലേറ്റത് കൊണ്ട്, പ്രവർത്തനങ്ങളുടെ നീയത്തില്ലാത്തത് കൊണ്ട്, റിയാ കടന്നുകൂടിയത് കൊണ്ട്, അവിടെയാണ് അത് പറയാൻ വേണ്ടിയിട്ടാ. നീയത്തിനെ കാർന്ന് തിന്നുന്ന റിയാ, ക്യാൻസറായ റിയാ കടന്നുകൂടിയിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇതൊന്നുമില്ല. അവിടെ ചെല്ലുമ്പം ആ ഗ്രന്ഥങ്ങൾ കയ്യിൽ കിട്ടുകയാണ്. ആ ഗ്രന്ഥം കയ്യിൽ കിട്ടിയപ്പോൾ ഗ്രന്ഥത്തിലെല്ലാതുണ്ട്, ഒന്നുപോലും വിട്ടുപോയിട്ടില്ല. ആ ഗ്രന്ഥത്തിൽ വവുളിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി ഫയഖൂലു യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ. ചെയ്തുപോയ തെറ്റുകൾ മുഴുവനും, ചെയ്തുപോയ പിഴവുകൾ മുഴുവനും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെയ്തുപോയ നന്മയിൽ പലതും ഇല്ല, ധൂളികളായിപ്പോയിന്ന്. അത് കാണുന്ന ക്യാൻസറായ റിയാഇനെ കാണാൻ പറ്റിയില്ല. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഈ സംഘടനാ പ്രവർത്തകരും ഈ പ്രസംഗികർക്കൊക്കെ ഉണ്ടാകുന്നൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. നമ്മൾ ആൾക്കാരുടെ മുമ്പിലാണ്, ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലാണ്, നമ്മൾ ആളുകളുടെ മുമ്പിൽ നിൽക്കേണ്ടി വരികയാണ്, ഇമാമ് നിൽക്കേണ്ടി വരികയാണ്, നമ്മൾ ആളുകൾക്ക് മുമ്പിൽ ചെന്നിട്ട് പിരിവിന് ഇറങ്ങേണ്ടി വരികയാണ്, പള്ളിയിൽ ചെന്നിട്ട് പള്ളി കമ്മിറ്റി നിൽക്കേണ്ടി വരികയാണ്. ഇതൊക്കെ നിൽക്കുമ്പോൾ അല്ലേ വല്ലാത്തൊരവസ്ഥ, വല്ലാത്ത പരീക്ഷണത്തിലാണ് നമ്മളുള്ളത്. അവിടെ ചെല്ലുമ്പോൾ ആ കാർന്ന് തിന്നുന്ന ക്യാൻസറിനെ കാണാതെ പോയാൽ
റിയാഇനെ കാണാതെ പോയാൽ നമ്മൾ നശിച്ചു പോയി അല്ലേ. എന്താണ് റിയാ? ലോകമാന്യമാണ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്, അവരുടെ കയ്യടി നേടാൻ വേണ്ടിയാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുക. അത് ഞാനിപ്പോൾ പറയണത് എന്താണെന്നറിയോ? സത്യത്തിൽ എന്നെക്കുറിച്ചാണ്. നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന റമദാനിനെ ഒരു ചിന്തയാണ്. ഇതൊരു QRF പറ്റിയ വിഷയമാണെന്ന് നിങ്ങൾക്കറിയില്ല, പക്ഷേ നമ്മുടെ ഒരു ചിന്തയാണ് ഇത്. നമ്മുടെ ഒരു ഗവേഷണം നടത്തിയിട്ടുള്ള പോകേണ്ടതല്ല, ഇത് എന്നെക്കുറിച്ചാണ്. ഞാനാണിതിൽ പ്രതി, എന്നെ പ്രതി ചേർത്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി ക്ലാസ്സുകളും പരിപാടികളൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ അവിടെ നമ്മളായി മാറണം. അതിന് റിയാഇനെ നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രമേ അത് വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന കാര്യം ഇനി വരാൻ പോകണുള്ളൂ. വല്ലാത്തൊരു സങ്കടപ്പെടുന്ന നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പരലോകത്ത് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോൾ നരകത്തേക്ക് പോകുന്നത് കാഫിറായ മനുഷ്യനല്ല ഇസ്ലാം പഠിപ്പിച്ചിരുന്നത്, കൊലപാതകം ചെയ്ത ആളല്ല പഠിപ്പിച്ചിരുന്നത്. പിന്നെ ഒന്നാമതായിട്ട് കടന്നു ചെല്ലുന്ന ആൾ രക്തസാക്ഷിയാണ്. തൻ്റെ യുവത്വത്തിലെ ജീവിതത്തിൻ്റെ പാതി വഴിയിൽ അള്ളാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്ത രക്തസാക്ഷിയെ മുൻനിർത്തി അള്ളാഹു അവിടെ പറയാണ്. അവിടെ കെദിബ്ത എന്നാണ് കേട്ടോ, അവിടെ അത് മാറി വന്നതാ കെദിബ്ത. നിങ്ങൾ ഹദീസ് നിങ്ങൾക്ക് അറിയാമല്ലേ, എത്രയോ വട്ടം നമ്മൾ പറയുകയും നമ്മൾ കേൾക്കുകയും ചെയ്തൊരു ഹദീസാണ്. അവിടെ ചെല്ലുമ്പോൾ രക്തസാക്ഷിയോട് ഇങ്ങനെ ചോദിക്കും, നിനക്ക് എന്തെല്ലാം അനുഗ്രഹം കിട്ടി, നീ എവിടെ ഉള്ളത്, എന്ത് സന്തോഷത്തിലാണ് നീ ജീവിക്കുന്നത്, എന്തുമാത്രം അനുഗ്രഹം കിട്ടിയവനാണ് നീ, എന്താണ് ഈ അനുഗ്രഹത്തെ നീ ചെയ്തിട്ടുള്ളത്? അവൻ പറയാണ്, എൻ്റെ ജീവൻ തന്നെ റബ്ബേ നിനക്ക് വേണ്ടി, നിന്റെ ദീനിന് വേണ്ടി രക്തം നൽകിയവനാണ് ഞാൻ. അള്ളാഹ് അപ്പൾക്കപ്പള പറയാ കെദിബ്ത. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോൺ എടുത്തിട്ട് കെദിബ്ത എന്ന് അടിച്ചാൽ കിട്ടും, ഹദീസ് മുഴുവൻ കിട്ടും. ആ ഹദീസിലേക്ക് ഒന്നും ഇപ്പോൾ പോകുന്നില്ല. കെദിബ്ത, നീ പച്ച കള്ള നീ പറയുന്നത്. നീ എന്തിനാ അറിയോ? നീ യുദ്ധം ചെയ്ത് ധീരനെന്ന് ആളുകൾ പറയാൻ വേണ്ടിയായിരുന്നു. അത് അവർ പറയുകയും ചെയ്തു. അവനെ നരകത്തിലേക്ക് വലിച്ചെറിച്ച് കൊണ്ടുപോവാണ്. ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഷഹാദത്ത് വരിച്ചിട്ടുള്ള മനുഷ്യന് വിചാരണ പോലും ഇല്ലാതെ സ്വർഗത്ത് പോകേണ്ടി വരുന്ന ആ സ്ഥാനത്ത് അവൻ്റെ റിയാ കടന്നുകൂടിയ കാരണത്താൽ കെദിബ്താൻ അള്ളാഹു പറഞ്ഞവനെ നരകത്തിലേക്ക് ആപതിക്കുന്ന അവസ്ഥ. അതാണ് ഒന്നാമന്. രണ്ടാമനാരാ? ഹദീസ് അല്ലേ, പണ്ഡിതനാണ്, വലിയ പണ്ഡിതനാണ്. ഖുർആന് രണ്ടാമത് വലിയ ഖുർആനും ഒക്കെ പഠിച്ചിട്ടുള്ള പണ്ഡിതനും, മൂന്നാമത് ദാനശീലനുമാണ്. ആ പണ്ഡിതന്റെ ജീവിതം മുഴുവനും പഠിക്കുവാനും അത് പഠിപ്പിക്കാനും ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനും ആ ആളുകളുടെ കയ്യടിക്കായിരുന്നു, ആളുകളുടെ അഭിപ്രായത്തിനായിരുന്നു, ആളുകളുടെ ബഹുമാനത്തിനായിരുന്നു, ആളുകൾക്കിടയിൽ വൈറലാവാൻ വേണ്ടി അവൻ വൈറലായി പോയി. അതവിടെ ഇല്ല. അതേപോലെ ദാനശീലൻ, ഒരാൾ പണ്ഡിതനെന്ന് കേൾക്കാനും മറ്റൊരാൾ ഉദാര മനസ്കനെന്ന് കേൾക്കാനുമായിരുന്നു അവൻ്റെ ആഗ്രഹം. ആ പ്രതിഫലം ദുനിയാവിൽ വെച്ച് ആളുകൾ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇവരെല്ലാവരും അമല് മോശമായത് കൊണ്ടല്ല, ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സൽക്കർമ്മമായിട്ടാണ് ഈ ജിഹാദിനെ, അള്ളാഹുവിന്റെ മാർഗത്തിലെ ജീവത്യാഗത്തെ പരിചയപ്പെടുത്തുന്നത്. ഒരു ഭാഗം ഇങ്ങനെ പറയുന്നുണ്ട്, നാളെ പരലോകത്തെത്തി അല്ലേ, സൂറത്തു കഹ്ഫിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞില്ലേ, ലാ യബ്ഗൂന അൻഹാ ഐവല. ഒരു അവിടെ എത്തിക്കഴിഞ്ഞാൽ ജന്നാത്തുൽ ഫിർദൗസ് നുസിലായിക്കൊണ്ട് സൽക്കാരമായി കിട്ടിയ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഒരു മിനിറ്റ് പോലും അവിടെ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കേയില്ല. അത്രമാത്രം അത്ഭുത ലോകത്ത് അവന് ആ ജന്നാത്തുൽ ഫിർദൗസിന് നടുക്ക് അവിടെ എത്തും. എന്നിട്ട് പറയാണ്, ഒരു വിഭാഗം ആളുകൾ വിചാരിക്കത്ര ദുനിയാവിക്ക് വരാം. ആരെന്നറിയോ? പടച്ചോനെ, ഞാൻ ഒരു തവണ ഷഹീദായപ്പോഴേക്കും എൻ്റെ റബ്ബ് എനിക്ക് തന്ന സ്ഥാനം എത്ര വലുതാണെങ്കിൽ ദുനിയാവിൽ ചെന്ന് 5 or 10 തവണ ഷഹാദത്ത് വരിച്ച് പോരാനുള്ളൊരു അനുമതി കിട്ടുമെന്ന് തേടുന്ന അങ്ങനെയുള്ളവൻ ആ ഷഹാദത്ത് ഷഹീദായ പിന്നെ ഓന് വിചാരണ പോലും കൂടാതെ സ്വർഗത്തിലേക്കാ. അങ്ങനെയുള്ള ആ മനുഷ്യൻ അവൻ്റെ കാർന്നു തിന്നുന്ന ക്യാൻസറായ റിയാ കടന്നുകൂടിയ ആ പ്രവർത്തനം, അമല് അതിൽ പാളിച്ചു വന്നതല്ല, മറിച്ച് ആ പ്രവർത്തനത്തിന് അമലൊക്കെ ഓക്കെയാണ്, അമല് മോശമായതുകൊണ്ടല്ല, അവനെ നീയത്തിലാണ് പിഴവ് പറ്റിപ്പോയിട്ടുള്ളത്. അപ്പം അവിടെ എന്താ അവിടെ പഠിപ്പിച്ചിരുന്നത്? ഈ ഒരു ചിന്ത എന്താ? ഇതിൻ്റെയൊക്കെ കാരണം ഒരേ ഒരു കാരണമുള്ളൂ, ആ നീയത്താണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളെ പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ ഉംറക്ക് പോയാൽ വരെ നമ്മളെ പിന്നെ ഉള്ളൊരു 5 കൊല്ലം പ്രൊഫൈൽ പിക്ക് ഉംറേ. നമ്മളവിടെ ചെന്നാൽ തന്നെ നമ്മൾ ഒരു സെൽഫി അത് നിസ്കാരം അല്ലാത്തതൊക്കെ പറ്റൂട്ടോ, അങ്ങനെ എടുക്കുന്നോണ്ട് എന്തെങ്കിലും അത് അമല് ബാത്തിലാവുന്നില്ല, നമസ്കാരത്തെ ഇടയുള്ളത് പോലെയല്ല. പക്ഷെ പലപ്പോഴും അവിടെ
എന്താണ് അവിടെ അതിൻ്റെ മുമ്പുള്ള സെൽഫിയും അത് ഒരാൾക്ക് കൊടുക്കുമ്പോഴുള്ള ഫോട്ടോയും നമ്മളെന്തുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു ഉദ്ദേശം പറയാൻ വേണ്ടിയിട്ടാണ്. ആളുകളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ കിട്ടി, അത് ഇവിടെ നിന്ന് കിട്ടും, വളരെ ഉഷാറായിട്ട് കിട്ടും. അതിന് വലിയ പ്രശസ്തിയും പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവും. പക്ഷേ പടച്ചോൻ്റെ അടുത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. അത് വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഒരു എന്താ പറയുക, ഒരു സ്വയം വിചാരണക്ക് ഒരു അവലോകനം നടത്തി പോവേണ്ടത്. അങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞോട്ടെ, അത് നമ്മളെ ഉദ്ദേശിച്ചിട്ടല്ല. അതിൽ നമുക്ക് നന്മയുണ്ട്, ആളുകൾ നന്മ ചെയ്യാൻ വേണ്ടി ചെയ്യാം. അള്ളാഹ് നാളെ പറഞ്ഞില്ലേ, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി, നാളെ 7 വിഭാഗം ആളുകൾക്ക് തണലിട്ട് കൊടുക്കും. അല്ലേ? ആരാണ്? തസദ്ദഖ ബിസദഖത്തിൻ ഹത്താ ലാ യഅലമു ശിമാലഹു, തൻ്റെ ഇടത് കൈ പോലും അറിയാതെ ദാനധർമ്മം നിർവഹിക്കുന്നവൻ. ഇതടക്ക് വെച്ച് പറഞ്ഞാൽ പോയി, പെട്ടെന്ന് പോകുന്നല്ല, അതിൻ്റെ ഉദ്ദേശം അനുസരിച്ചാണ്. മറ്റോ മനസ്സിലാക്കാൻ വേണ്ടിയും അവനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയും അവനെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ നെയ്യത്ത് വെച്ച് നമ്മൾ പറയും. പക്ഷെ എന്നിരുന്നാലും അവിടെ ഒരു ശ്രദ്ധ, ഒരു സൂക്ഷ്മത അവിടെ ആവശ്യമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ അമലുകളുണ്ട്, ആ അമലുകളുടെ മനസ്സിൻ്റെ അതിനനുസരിച്ചിട്ടാണ് അള്ളാഹു നോക്കുക, ആ മനസ്സിലേക്കാണ്. പക്ഷെ അതൊക്കെ കേട്ടിട്ട് നമ്മൾ ആകെ പ്രതീക്ഷ പോയോ, ആകെ ചെരിഞ്ഞിരുന്നു പോയോ? നിങ്ങൾ നേരെ ഇരുന്നോളി, പ്രതീക്ഷ കൈവിടണ്ട. എവിടെന്നോ ആകെ പടച്ചോനേന്നായിപ്പോയോ? അങ്ങനെ ആവേണ്ടതില്ല. അത് നമ്മൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടാണ്. സുഫിയാൻ സൂരി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ജീവിതമൊന്നും നമ്മുടെ എടുത്തു വെക്കുന്നില്ല, മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഒന്ന് പഠിക്കാൻ പറ്റിയ നല്ലതാണ്. ധാരാളം പുസ്തകങ്ങളിലൂടെ, അധ്യാപനങ്ങളിലൂടെ, വലിയ പാണ്ഡിത്യം കൊണ്ടും തൻ്റെ തൂലിക കൊണ്ടുമൊക്കെ വലിയ സംഭാവന നൽകിയിട്ടുള്ള വലിയ പണ്ഡിതനാണ് അദ്ദേഹം. ഡീറ്റെയിൽസ് ആയിട്ടാണ് നമ്മൾ നോക്കാം. അപ്പോൾ സുഫിയാൻ സൂരി, നിങ്ങളൊന്ന് ആ രൂപത്തിൽ അതിന് പഠന വിധേയമാക്കുക. ആ മനുഷ്യന് പറയാണ്, എൻ്റെ നിയ്യത്തിനേക്കാൾ പ്രയാസകരമായ മറ്റൊന്നും ഞാൻ ചികിത്സിച്ചിട്ടില്ല. എൻ്റെ നിയ്യത്തിനേക്കാൾ പ്രയാസകരമായ മറ്റൊന്നിനെയും ഞാൻ ചികിത്സിച്ചിട്ടില്ല. ചോനെ, നമ്മളപ്പോൾ ചികിത്സിക്കേണ്ടത് എന്തിനാണ്? നമ്മളെ നിയ്യത്തിനെയാണ്. നമ്മൾ സ്ഫുടം ചെയ്തെടുക്കേണ്ടത്, പ്രശ്നപരിഹാരത്തിലേക്ക് പോവേണ്ടത് അതാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ വാക്കാണ്. അപ്പം നോക്കുക, നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയാണ്, എനിക്ക് അത് കാരണം എന്താണെന്നറിയോ, എനിക്കെതിരെ കാരണം അത് എനിക്കെതിരെ മാറിക്കൊണ്ടിരിക്കും. ഇടക്കിടക്ക് കൽബ് അങ്ങനെയാണല്ലോ, നമുക്കെതിരായി മാറും, നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിലേക്ക് അത് വരും. അപ്പം ഇതൊരു പ്രതീക്ഷ കൈവിടാനല്ല, മറിച്ച് മനുഷ്യരാണ്, തെറ്റുപറ്റും, പടച്ചവനൊക്കെ പുറത്തു തരും. പക്ഷേ നമ്മൾ നിയ്യത്ത് ശരിയായില്ലല്ലോ എന്ന് കരുതി നന്മ ഉപേക്ഷിക്കാനല്ല വേണ്ടത്, മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അത് ശുദ്ധീകരിക്കുവാനും അത് ആ രൂപത്തിൽ അത് മനസ്സിലാക്കിയെടുക്കുവാനും എന്നിട്ട് കാര്യങ്ങൾ അറിഞ്ഞ് അമൽ ചെയ്യാൻ നമുക്ക് പറ്റണം. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രേ ഉള്ളൂ. അള്ളാഹിനെ മുൻനിർത്തി പ്രവർത്തിക്കാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. ഇനി അടുത്തതിലേക്ക് പോവാണ്, വേഗം പോയിട്ട് നമുക്ക് അടുത്തതിലേക്ക് വരാം. എന്താണ് നമ്മളെ നിയ്യത്ത്? ഈ രൂപത്തിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ചികിത്സിക്കേണ്ട ഈ നിയ്യത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞല്ലോ. എന്താണ് ഒരു പ്രായോഗികമായിട്ടുള്ള വഴി എന്നുള്ളതാണ്. നമ്മുടെ നിയ്യത്ത് പുതുക്കുവാനും അത് അള്ളാഹുവിലേക്ക് അമലായി, സൽക്രമമായി, നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറു പ്രവർത്തനങ്ങൾ മുതൽ വലിയ പ്രവർത്തനം വരെ നിഷ്ഫലമായി പോകാതെ അത് പുണ്യകരമാക്കി മാറ്റാൻ എന്തു ചെയ്യണം എന്നുള്ളതാണ്. എന്താ നമ്മൾ ചെയ്യുക? ഒന്നതാണ് പറഞ്ഞില്ല, നിസ്കരിക്കുമ്പോൾ ഇതിൻ്റെ അവസാനത്തെ നമസ്കാരമാണെന്ന് എന്ന രൂപത്തിലുള്ള ഇതിൻ്റെ അവസാനത്തെ QRF ക്ലാസ്സാണ്. ഇതിൽ ഞാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ അവസാനത്തെ ദിവസമാണ്. ആയത്തുൽ കുർസി കൊണ്ടും സയ്യിദുൽ ഇസ്തിഗ്ഫാർ കൊണ്ടും സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദികല്ലാഹു മുഫ്രി തുടങ്ങിയിട്ടുള്ള നമ്മൾ അല്ലാഹു മുഫ്രിലി തുടങ്ങിയിട്ടുള്ള നമ്മൾ ഇസ്തിഗ്ഫാറും അതേപോലെ തന്നെ തഹ്മീദും തഹ്ലീലും ഒക്കെ ആയിട്ട് എൻ്റെ അവസാനത്തായിട്ടുണ്ട് കാണുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വലിയ ചിന്തയാണ്. ഓക്കെ, ഒരു 3 സ്റ്റെപ്പ് അതിനെ നമ്മൾ പഠിച്ചു പോവാണ്. ആ 3 സ്റ്റെപ്പ് നമുക്കൊക്കെ അത് ഉപകാരപ്രദമാകും. എന്താ ഒന്നാമത്തെ സ്റ്റെപ്പ്? ഞാൻ ഇനിയിപ്പോൾ ഇശാ നിസ്കരിക്കാൻ പോകും. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഒരുമിച്ച് ജമാഅത്ത് നിസ്കരിക്കാൻ പോകും. മുകളിൽ നിസ്കരിക്കാൻ വുളു എടുക്കുന്നതിന് മുമ്പ് നമ്മളെ ചിന്ത എന്താ? നിസ്കരിക്കാൻ വേണ്ടി വുളു എടുക്കുന്നതിന് മുമ്പുള്ള നമ്മളെ ചിന്ത എന്താ?
ആദ്യത്തെ 5 സെക്കൻഡ് 1:5 സെക്കൻഡ് നിയമം എന്ന് പറഞ്ഞൊരു നിയമമുണ്ട് അവിടെ എന്താണ്? ഉളെടുക്കാൻ വേണ്ടി പോകുമ്പോൾ, നമ്മൾ ഉളെടുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മളെ മനസ്സിലെ ചിന്ത എന്താ? ആദ്യത്തെ 5 സെക്കൻഡ് എടുക്കണേമുള്ള 5 സെക്കൻഡ് നമ്മളൊന്ന് ആലോചിക്കുന്നത്, എന്തിനാ ഞാൻ ചെയ്യണത്? ഞാനിപ്പോൾ ഈ പണി ചെയ്യുന്നത് എന്തിനാണ്? ഒന്നാമത്തതാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ മുൻപ് 5 സെക്കൻഡ് ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് ആലോചിക്കുക, ഞാനിപ്പോൾ ഇത് എന്തിനാണിത് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത. ആ ഒരു ചിന്തയോട് കൂടി നമ്മൾ തുടങ്ങാം. അപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ QRF ഇരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സ്വാഗത ഭാഷണം നിർവഹിച്ചപ്പം മാഷ് പറഞ്ഞില്ലേ, ആര് നിർബന്ധിച്ചിട്ട് വന്നതാ ഞാനിവിടെ? ആർക്ക് വേണ്ടി വന്നതാ ഞാനിവിടെ? എന്തിനു വേണ്ടി വന്നതാ ഞാൻ ഇവിടെ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? എന്ത് പ്രവൃത്തി ആയിക്കോട്ടെ, നോമ്പ് നോൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്വതക്ക ചെയ്യുന്നു, നിസ്കരിക്കുന്നു, പുഞ്ചിരിക്കുന്നു, ഞാൻ നിങ്ങളോട് പുഞ്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ചെയ്യാൻ പോകുന്ന കർമ്മത്തിൻ്റെ മുൻപ് ജസ്റ്റ് 5 സെക്കൻഡ് ഒന്നെന്ത് ചെയ്യുക? നേരെ കണ്ണടച്ചിട്ട്, അതിങ്ങനെ 3 സ്റ്റെപ്പായിട്ട് 5 സെക്കൻഡ് ഒന്നിച്ച് പറഞ്ഞതാണ്. നമ്മൾ നേരെ കർമ്മം തുടങ്ങുന്ന മുന്നേ ഒന്ന് കണ്ണടയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളോട് തന്നെ ചോദിക്കുകയാണ്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ്? സ്വയം നമ്മൾ ചോദിക്കാൻ, എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്? എൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ്. 5 സെക്കൻഡ് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കണ്ണു തുറക്കണം, നമ്മൾ ഉറപ്പിക്കുകയാണ്. ഉറപ്പിക്കണത്? ഞാൻ മനസ്സിനോട് തന്നെ ഉറപ്പിക്കുക, അല്ലാ, ഇത് നിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് പടച്ചോനെ, നിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് മാത്രമാണെന്നുള്ളത് നമ്മളവിടെ ഉറപ്പിച്ച് വെക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആ രൂപത്തിൽ തന്നെ അതിനെ വെക്കുക. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? സിമ്പിളാണ്. ചെയ്യാൻ പോണ കർമ്മങ്ങളൊക്കെ അവിടെ വെച്ച് നമ്മൾ നിസ്കരിക്കാൻ കൈകെട്ടി തുടങ്ങാൻ പോണ മുന്നേ നമ്മൾ നിന്ന് ഒരുങ്ങി ആവുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്നാണ് തീരുമാനിക്കുക. സുജൂദിലേക്കൊന്ന് നോക്കിയിട്ട് നമ്മളാണ് തീരുമാനിക്കുക, ഞാൻ എന്തിനാ ഇപ്പം നിസ്കരിക്കണത്? ഞാൻ എന്തിനാ ഇപ്പം അവിടെ നിൽക്കുന്നത്? ഞാൻ എന്തിനാ ഈ തണുപ്പത്ത് എണീറ്റ് വന്നത്? ഞാൻ എന്തിനാ ഇപ്പം ഈ വൈകുന്നേര സമയത്ത് വന്നത്? അങ്ങനെ തുടങ്ങി ആ ചോദ്യത്തിന് അപ്പത്തിന് ഉത്തരമാണ് കണ്ടെത്തുക. എന്നിട്ട് മനസ്സിലവിടെ ഉറപ്പിക്കുക. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ കൽബിൽ കരുതലും ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി തീരുമാനമെടുക്കലും. കരുതുക, പ്രവൃത്തി ചെയ്യാൻ വേണ്ടി തീരുമാനമെടുക്കുക. ആ ഒരു പ്രവൃത്തി 5 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതുള്ളൂ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ കരുതുന്നു, എന്തിനാണ് നമ്മൾ ചോദിക്കുന്നു, എന്നിട്ട് നമ്മൾ അത് മനസ്സ് കരുതുന്നു, എന്നിട്ട് നമ്മൾ മനസ്സിനോട് ചോദ്യം ചോദിക്കുന്നു, എന്നിട്ട് അത് ഉറപ്പിക്കുന്നു. രണ്ടാമത്തെ ഇതാണ് പ്രവൃത്തികൾക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു നല്ല കാര്യം ചെയ്യുന്നതിനിടയിൽ പിശാച് കയറിയിട്ട് എന്ത് ചെയ്യും? നമ്മളെ അതിൽ നിന്ന് പിഴപ്പിക്കാനുള്ള ശ്രമം നടത്തും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ അതിനിടയിൽ അഹങ്കാരം, റിയാ തുടങ്ങിയ വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അല്ലേ? ഇപ്പം ഇങ്ങനെ ക്ലാസ് ഇരുന്നുകൊണ്ടിരിക്കുക, സമയം എത്രയായി? 8:30 8:30 ആവാനായി. ഇപ്പോൾ ഒരു 7:30 മുതൽ തുടങ്ങി 8:30 വരെയാണ് കൂട്ടിക്കോ. അപ്പോൾ നമ്മൾ ആ 1 മണിക്കൂറിൻ്റെ ഇടയിൽ റബ്ബനാ തഖബ്ബൽ മിന്ന ഒരു 10 തവണെങ്കിലും മനസ്സിൽ റബ്ബനാ തഖബ്ബൽ മിന്ന, പടച്ചോൻ ഇത് ഞങ്ങളിന്ന് സ്വീകരിക്കണം നാഥ, റബ്ബനാ തഖബ്ബൽ മിന്ന. പറ്റാവുന്ന രൂപത്തിൽ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുക? പിശാച് കയറി അവിടെ അഹങ്കാരം, അവിടെ അത് പിഴവുണ്ടാക്കാതിരിക്കാൻ വേണ്ടി, മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണല്ലോ, അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇടയിൽ ആ പ്രവൃത്തികൾക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യുക? പുതുക്കിക്കൊണ്ടിരിക്കുക. ആ നിമിഷം തന്നെ എന്ത് ചെയ്യും? നിയ്യത്ത് പുതുക്കുക, മനസ്സിൽ അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിലേക്ക് അത് കൊണ്ടുവരിക. എന്നിട്ട് നോമ്പിൻ്റെ പകലിൽ രാവിലെ അങ്ങോട്ട് തുടങ്ങി മഗ്‌രിബ് വരെ നമ്മൾ പലവേല അദ്കാറുകളിലൂടെ, നമസ്കാരത്തിലൂടെ, നമ്മുടെ ദാനധർമ്മത്തിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, നമ്മുടെ ദിക്ർ റബ്ബനാ തഖബ്ബൽ മിന്നയിലൂടെ, നമ്മൾ ഓരോ ഖബറിടത്തിലൂടെ പോകുമ്പോൾ അസ്സലാമു അലൈക്കും യാ ദാറുൽ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. കുറേ വ്യത്യസ്ത പ്രാർത്ഥനയോടെ വന്നിട്ടുണ്ട് അല്ലേ? നമ്മളൊക്കെ അങ്ങനെ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ അല്ലേ, ചെറുമുക്ക് എപ്പോഴും അസ്സലാമു അലൈക്കും, ചെറിയ മക്കൾ വരെ ഇപ്പോൾ ചൊല്ലൽ തുടങ്ങി. കാരണം റബീഹ അവിടെ ഖബറടക്കിയ സമയത്ത് അവരിങ്ങനെ കുട്ടികളൊക്കെ ചൊല്ലിപ്പോൾ എല്ലാവരും ചൊല്ലും. കാരണം നമ്മളങ്ങനെ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഖബറിടത്തിലൂടെ പോകുമ്പോൾ, അപ്പം അതാണ് അങ്ങനെയുള്ള സ്മരണ. ആ സ്മരണ ഇങ്ങനെ കൊണ്ട് നടന്നാൽ ഇടയിൽ പിശാചിന് കയറാണ്ടാവില്ല. എപ്പോഴും നമ്മൾ തെറ്റ് ചെയ്യുക? ഞാൻ എപ്പോഴാണ് തെറ്റ് ചെയ്യുക അറിയോ? എൻ്റെ മനസ്സിൽ എപ്പോൾ അള്ളാഹു പോകുന്നോ അപ്പം ഞാൻ തെറ്റുക്ക് പോകും. 1 മിനിറ്റ് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് പോയി, ഞാൻ തെറ്റുപോയി, എൻ്റെ ഫോൺ എന്നെ കൊണ്ടുപോകും, പിശാച് എന്നെ കൊണ്ടുപോകും. 1 മിനിറ്റ് മതി അല്ലേ? എങ്ങനെ നമ്മളതിലേക്ക് വരാം? വലിയൊരു ചിന്തയാണ് അല്ലേ? യാ ബുനയ്യ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫി സഖറത്തിൻ ഔ ഫി സമാവാതി ഔ ഫിൽ അർള്
യഅ്തി ബിഹല്ലാഹ്. മോനോട് പറയാം, മോനെ ലുക്മാൻ അല്ലേ ആ അദ്ദേഹത്തിന്റെ മകനോട് കൂടുന്ന ഉപദേശമാണ്. മോനെ നീ എവിടെ ആയിക്കോട്ടെ, എവിടെ ചെന്നാലും നീ ചെയ്യുന്ന പ്രവർത്തനം ഒരു കടുകുമണിയോളാണെങ്കിലും യഅ്തി ബിഅല്ലാഹ്, അള്ളാഹ് കൊണ്ടുവരുന്നുള്ള ചിന്ത. അങ്ങനെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചിന്ത ഉള്ളിടത്തോളം കാലം അവിടെ പിശാചിന് ചാൻസ് ഇല്ല. പിശാച് എപ്പോഴാണ് വരിക? നമ്മൾ ആ അള്ളാഹു എപ്പോൾ എൻ്റെ അടുത്തുനിന്ന് പോണോ അപ്പം അവിടെ പിശാച് കയറി വരും. ചെറിയ സമയം മതി. അതാണ്. അപ്പം അവിടെ എന്ത് ചെയ്യുക? അവിടെ ആ പറഞ്ഞ രൂപത്തിൽ അവിടെ അത് പുതുക്കുക, ഉദ്ദേശം ഒന്നുകൂടി പുതുക്കുക. എന്തായാലും മനസ്സിൽ ആര് കൊണ്ടുവരിക? അള്ളാഹുവിനെ കൊണ്ടുവരിക. അള്ളാഹു ഇങ്ങനെ പോയി തുടങ്ങിയത് കൊണ്ട് മദ്രസ് കഴിഞ്ഞപ്പം, സൈക്കിളിലേക്ക് കയറിയപ്പം, സ്കൂട്ടറിലേക്ക് കയറിയപ്പം, മൊബൈൽ കിട്ടിയപ്പം അദ്കാറുകൾ പോയി, സ്വലാത്തുകൾ പോയി, ജമാഅത്ത് പോയി, പല പ്രാർത്ഥനയും പോയി, പല ദിക്റുകളും പോയി 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 ഇപ്പം നമ്മളെ മനസ്സിൽ ആരുള്ളത്? ആ സ്ഥാനത്ത് പൈശാചിക ചിന്ത വന്നു. അപ്പം നമ്മൾ അതൊന്നും ഒരു പ്രശ്നമില്ല. റമളാനായാലും പ്രശ്നമില്ല, ഇനി എന്തെന്നെ സംഭവിച്ചാലും പ്രശ്നമില്ലാത്തടത്തേക്ക് ആ ഒരു ജനസമൂഹം പോയി. അപ്പം എന്ത് ചെയ്യുക? അള്ളാഹു എന്നെ കാത്തുരക്ഷിക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വഴി. നമ്മൾ കൂടുതൽ പറഞ്ഞ് ആ ഇതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ആകുമ്പോൾ നോക്കുകൾ, നിയ്യത്തൊരു സാധാരണയല്ല, ഒരു സാധാരണയല്ലാത്ത, അതിലപ്പുറം നമ്മളെ ജീവിതത്തിൽ തന്നെ ഓരോന്നും സാധാരണ പ്രവർത്തനങ്ങളെപ്പോലും ആരാധനയാക്കി മാറ്റുന്നൊരു മാന്ത്രിക വടിയായിട്ട് മാറും. എങ്ങനെ അത് മാന്ത്രിക വടിയായിട്ട് മാറുക? നമ്മൾ ജോലി ചെയ്യാണ്. ജോലി ചെയ്യുമ്പോൾ പടച്ചോനെ ഞാൻ ഹലാലായ ഭക്ഷണം തേടിക്കൊണ്ട് ഞാൻ ജോലി ചെയ്യാണ്. അപ്പം നമ്മൾ ഓഫീസിലേക്ക് പോണത്, സ്കൂളിലേക്ക് പോണത് പുണ്യമാണ്. വാഹനം ഓടിക്കുന്നത് പുണ്യമാണ്. വാഹനത്തിൽ പെട്രോൾ അടിച്ച് പണം ചെലവഴിക്കുന്നത് പുണ്യമാണ്. ഇതൊക്കെ എന്താണ്? അള്ളാഹു നീ ഹലാലാക്കിയ ജോലിയിലൂടെ സമ്പാദിച്ച് മക്കളെ പോറ്റാനുള്ള നെയ്യത്താണ്. അടുക്കളയിലിരിക്കുമ്പോൾ അല്ലേ പാചകം ചെയ്യാൻ അപ്പുറത്തതാണ്. കുടുംബത്തിലെ ഞാനിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത എൻ്റെ മക്കളത് തിന്നും, ഒരു നിസ്കരിക്കാൻ പോവും, ഒരു പഠിക്കും, രാവിലെ മദ്രസയിൽ പോവും. രാവിലെ ഉമ്മ എഴുന്നേറ്റ് തണുപ്പത്ത് എണീറ്റിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന എന്തിനാണെന്നറിയോ? എൻ്റെ മോന് പോയിട്ട് അവിടെ പോയിട്ട് ഓതി പഠിച്ച് നല്ല കുട്ടി, ഇപ്പം പഠിക്കുന്നത് വളരെ നല്ല കുട്ടിയായിട്ട് വരും. അവനെ പഠിപ്പിക്കാൻ, അവൻ്റെ ഭക്ഷണം, അവൻ്റെ നമസ്കാരം, എൻ്റെ ഭർത്താവിൻ്റെ സുബൈ നമസ്കാരം, അങ്ങനെ സുബൈക്ക് ഹസ്ബൻഡ് ഒരു കട്ടൻ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പോലും മനസ്സിൻ്റെ ഉള്ളിൽ വലിയ പുണ്യമായി മാറും. ഒക്കെ എല്ലാതും പുണ്യമായി മാറും. അപ്പം നോക്കുങ്ങൾ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, സാധാരണ കർമ്മങ്ങളൊക്കെ ഇബാദത്തായിട്ടത് മാറും. അങ്ങനെ കർമ്മങ്ങളെ ഇബാദത്താക്കി മാറ്റാൻ കഴിവുള്ള മാന്ത്രിക വടിയായി നിയ്യത്ത് മാറും, ഉദ്ദേശശുദ്ധി മാറും. അപ്പം അങ്ങനെ ആകുമ്പോൾ എത്ര പ്രതിഫലം നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ കാല് നീട്ടിയിരിക്കുക, AC-യിലിരിക്കുക, എല്ലാ സൗകര്യത്തിലുള്ളത്. ചിലപ്പോൾ നോക്കിയാൽ അതിന് എത്ര പുണ്യം ഉണ്ടാവും ആലോചിച്ച് നോക്കി. നമ്മളെ മനസ്സിനെ നിയ്യത്തനുസരിച്ച് നമ്മളെ മക്കളൊക്കെ കൂട്ടി വന്നതാ, അതിനനുസരിച്ച് പുണ്യം. നമ്മൾ ഉറക്കം വന്നിട്ടും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഇരിക്കുകയാണ്. പടച്ചറബ് കബൂൽ ചെയ്യുമാറാവട്ടെ. അങ്ങാടിയിൽ MKH ഹോസ്പിറ്റൽ ഇന്നലെ ചിലപ്പോൾ രാത്രി മുഴുവൻ അവിടെ നിന്നുണ്ടാവും. പക്ഷെ ആ മനസ്സിൻ്റെ നിയ്യത്ത് എന്താ? അതൊന്നാവില്ല, വേറെ എന്തെങ്കിലും ആവും നിയ്യത്ത്. പക്ഷെ അതിനേക്കാളും പുണ്യം ചിലപ്പോൾ ദിനാവും. എന്തുകൊണ്ടാ? പ്രവർത്തനത്തിൻ്റെ ഭാരം മാത്രമല്ലാണോ? ഭാരമുള്ള പ്രവർത്തനം ഹജ്ജും ഉംറയൊക്കെയാണോ? അല്ല, പിന്നെന്താ? അതിൻ്റെ ഉദ്ദേശശുദ്ധിക്ക് അത്രയും മാന്ത്രികതയുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മളെല്ലാ കർമ്മവും ഇബാദത്തായി മാറും. വസ്ത്രമണി, ഞാനിപ്പോൾ ഇന്നിങ്ങനെ വെള്ളിയാഴ്ച ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടത്, ഈ ഡ്രസ്സിൻ്റെ ഞാനിട്ട എന്തിനാ? അതാണ് ഉദ്ദേശം. ഞാനിപ്പോൾ എൻ്റെ പണികൾ മുഴുവൻ മൊബൈൽ ഫോൺ കൊണ്ടാണ്. ഞാനിപ്പോൾ ഒന്ന് മൊബൈലിനൊരു കവറിട്ടും എൻ്റെ മനസ്സിലെ നീയത്തിൽ ചുവപ്പ് കവറായതുകൊണ്ടല്ല. എൻ്റെ ഉദ്ദേശം എന്താ? ഉദ്ദേശത്തിനനുസരിച്ച് എല്ലാം പുണ്യമായി മാറുമ്പോൾ നിങ്ങൾ എല്ലാം. നമ്മൾ കാറെടുത്തത് പുണ്യം. വലിയ വീടുണ്ടാക്കിയിട്ട് കുടിരിക്കലായിരുന്നു കഴിഞ്ഞ ദിവസം. കുടിരിക്കലായിരുന്നു. പക്ഷേ ആ കുടിരിക്കലാണ്ട് കടന്നുപോയി. ആ വലിയ എത്രയും ത്യാഗം ചെയ്തിട്ടുള്ള കുടിരിക്കലിൻ്റെ നെയ്യത്തെന്താ? അതിനാണ് പുണ്യം. ഞാനെടുത്ത വാഹനത്തിന് നെയ്യത്തെന്താ? അതിനാണ് പുണ്യം. എൻ്റെ ദീനീ കാര്യങ്ങൾ നടക്കാനും മക്കളെ പോറ്റാനും അല്ലേ. നമ്മൾ മക്കൾക്ക് ഞാൻ വീട്ടുകാർ ചെല്ലുമ്പോൾ മക്കൾക്ക് മിഠായി വാങ്ങി പോവുക. ഇന്നിപ്പം ഇവിടെ പോകുമ്പോൾ മക്കൾക്ക് മിഠായി വാങ്ങി പോവുക. നെയ്യത്തെന്താ? അതുപോലും പുണ്യമായി മാറുക. അച്ഛനെ, അതുപോലും പുണ്യമായി മാറുക. നമ്മൾ ചെയ്യുന്ന എല്ലാതും പുണ്യമായി മാറുക. നമ്മൾ ചെയ്യുന്ന എല്ലാം പുണ്യമായി മാറുക. അപ്പോൾ അത് വലിയ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് പാത്രമായി മാറും. അത് വലിയൊരു സന്തോഷം നിമിഷം കൂടി കാര്യം കൂടി പറഞ്ഞു എല്ലാം അവസാനിപ്പിക്കുകയാണ്. നമ്മളൊരു നന്മ ഉദ്ദേശിച്ചു. അടുത്ത QRF ഇൻഷാ അല്ലാഹ്
എന്തായാലും പങ്കെടുക്കണം, അല്ലെങ്കിൽ അടുത്ത QRF-ന് ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത കാര്യങ്ങൾ ഇന്ന് നാളെ തന്നെ തഹജ്ജുദ് നിസ്കരിക്കണം നിയ്യത്ത് വെച്ചു. നാളെ എന്തായാലും തഹജ്ജുദ് നിസ്കരിക്കണം നിയ്യത്ത് വെച്ചു. ഞാൻ നോറ്റ് വീട്ടാനുള്ള നോമ്പുണ്ടായിനി, നാളെ തന്നെ നോറ്റാണ്ട് തുടങ്ങണം എന്ന് നിയ്യത്ത് വെച്ചു. എന്ത് നിയ്യത്ത് വെച്ചതാ, പക്ഷേ നമുക്ക് നാളെ അത്താഴത്തിൻ്റെ സമയത്ത് നമ്മൾ ഉറങ്ങിപ്പോയി, അറിഞ്ഞില്ല. നോക്കിയപ്പോൾ അത്താഴം കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റിയില്ല. നമ്മുടെ ആത്മാർത്ഥമായ നിയ്യത്തിനനുസരിച്ച് അള്ളാഹു അതിനനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് നൽകൂലേ? ആ രൂപത്തിൽ നമുക്ക് പ്രതിഫലം നൽകും. ഇനി ഒരാളൊരു തിന്മ ഉദ്ദേശിച്ചു, പക്ഷേ പിന്നെ ഓനിങ്ങനെ ആലോചിച്ച് ചിന്തിച്ചപ്പോൾ അള്ളാഹിനെ കുറിച്ചുള്ള പേടിയാൽ ആ തിന്മ പിന്മാറി. അതിന് ശിക്ഷ ഉണ്ടാവില്ല. അതുമാത്രമല്ല, അതിന് ആ തിന്മയെ നമ്മെ പിന്മാറുമ്പോൾ ആ ഉദ്ദേശത്തിനനുസരിച്ച് അതിനും അവന് പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ്. ഇതിനപ്പുറത്തേക്ക് പല നിർദ്ദേശങ്ങളും പലതും പറയുന്നുണ്ട് അല്ലേ? ആ നന്മ ചെയ്യണം എന്നുള്ള ആഗ്രഹം, പക്ഷെ മനസ്സിലുള്ള ഒരു ഖേദവും സങ്കടവും വിഷമൊക്കെ ഉണ്ടോ, എനിക്കൊന്ന് നീക്കാൻ പറ്റില്ലല്ലോ, ഞാനിന്ന് ജമാഅത്തിന് പള്ളിയിലെത്തിലോ തോന്നും ചിലപ്പോൾ. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ നിസ്കരിച്ച് ബാക്കി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും അള്ളാഹു ആ നിയ്യത്തിന് പുണ്യമേകും. ആ ഉദ്ദേശത്തോടു കൂടി നേരത്തെ ഉറങ്ങി, ഞാൻ ഇനി വേറെ പണിക്കൊന്നുമില്ല, വേറൊരു ഭക്ഷണം കഴിച്ച് ഉറങ്ങി, നാളെ നേരത്തെ എണീക്കാൻ വേണ്ടി ജമാഅത്തിന് പോകാൻ വേണ്ടി മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കാൻ വേണ്ടിയൊക്കെ കിടന്നുറങ്ങിയാൽ, ആ ഉദ്ദേശത്തിൽ മറ്റു പാഴ്പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കി വേഗം കിടന്നുറങ്ങിയാൽ ആ ഉറക്കം പോലും, ആ നിയ്യത്തോടുകൂടിയുള്ള ഉറക്കം പോലും ഇബാദത്തായി മാറുമെന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചിരുന്നത്. അപ്പം ഇതൊരു മാന്ത്രികതയിലേക്ക് അതെത്തിക്കും ചെയ്യും. അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യം നമുക്കുണ്ടാവും, അള്ളാഹുവിൻ്റെ കരുതൽ നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പം ഈ മെല്ലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതിലേക്ക് നമുക്ക് കടന്നു പോവാം. അപ്പം നമ്മൾ നാളെ മുതൽ അല്ല, ഇന്ന് മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ, നമ്മൾ ഓരോ ശ്വാസം മുതൽ, നമ്മൾ ഓരോ നോട്ടം മുതൽ, നമ്മുടെ ഒരു ചലനം മുതൽ, അല്ലേ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, ചെറു ദിക്റുകൾ മുതൽ എല്ലാം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അത് നമ്മൾ ഉറങ്ങുമ്പോൾ പോലും അതൊരു ഇബാദത്തിൻ്റെ പ്രതിഫലം നേടാൻ നമ്മളെ കൊണ്ട് കഴിയും. ആ രൂപത്തിൽ തന്നെ വേണ്ടത്. അപ്പം എന്ത് ചെയ്യുക, നല്ല നിയ്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുക, ഹൃദയത്തിന് അത്രയും സ്ഥാനം നൽകുക, ഹൃദയത്തിൽ നിന്ന് റിയാ എടുത്തു മാറ്റുക. മുഖ്ലിസീൻ അലഹുദ്ദീൻ, ഇഖ്ലാസ് നിറച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഇഖ്ലാസ് കൊണ്ടുവന്ന് കാര്യങ്ങൾ ചെയ്യുക. മരണത്തെക്കുറിച്ചുള്ള തിരിച്ചുപോക്കിൻ്റെ ഒരു ഓർമ്മ ഉണ്ടാവുക, ഇനി വളരെ കുറച്ച് സമയമുള്ളൂ എനിക്കെന്നുള്ള ചിന്ത ഉണ്ടാവുക. ആ രൂപത്തിലേക്ക് കടന്നു പോകും. എന്തെല്ലാം സൗകര്യങ്ങൾ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ AI സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നോമ്പിൻ്റെ മുമ്പ് തന്നെ ഒരു തവണ ഖുർആൻ ഓതി തീർക്കണമെങ്കിൽ അത് നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ പറ്റും. ആ രൂപത്തിലേക്ക് ഖുർആനിലേക്കും ഒക്കെ അടുക്കുക. നബി പറഞ്ഞില്ലേ, ഇരുമ്പ് തുരുമ്പിക്കുന്നത് പോലെ മനസ്സിൽ എന്ത് ചെയ്യും, അതിന് മലീമസമായി പോകും, അല്ലെങ്കിൽ തുരുമ്പെടുക്കും. അതിന് രക്ഷപ്പെടാൻ നബി 2 കാര്യം പറഞ്ഞു അല്ലേ? എന്താണ് തുരുമ്പിൽ മാറാൻ? എന്താ? ഒന്ന് ഖുർആനാണ്, തിലാവത്തുൽ ഖുർആനാണ് ഒന്ന്. 2 ദിക്റുൽ മൗത്താണ്. തിരിച്ച് വരും. ആരും ഒന്നും ചെയ്തില്ല എന്നൊന്നുമല്ല, പക്ഷെ അവിടെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അവിടെ ചെതലരിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ക്രോഡീകരിച്ച പോയിൻറ്റ്സ് മാത്രമേ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പിന്നെ അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ പദപ്രയോഗം ഒന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യം, അതൊക്കെ നമുക്ക് എവിടെയും കിട്ടും. അതിലപ്പുറം നമ്മുടെ ഒരു മനസ്സാന്നിധ്യത്തോടു കൂടി പ്രസൻസ് ഓഫ് മൈൻഡിൽ അത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനൊരു മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും നമ്മൾ പ്രശ്നം വരില്ല. നമ്മുടെ സൊസൈറ്റിയിൽ അതാ വേണ്ടത്, നമ്മളെ മക്കൾക്ക് അതാ വേണ്ടത്. നമ്മളെടുത്ത ഒരു മൈൻഡാണ് സെറ്റ് ചെയ്യേണ്ടത്, മൈൻഡ് സെറ്റാണ് ചേഞ്ച് വരുത്തേണ്ടത്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തുക. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചു തരാം. നിങ്ങളെ കൈയൊന്ന് എല്ലാവർക്കും ഒരു ക്ഷീണം പറ്റിയോണ്ടാണ്. ഒന്ന് ചേർത്ത് പിടിക്കുക. ഇങ്ങനെ ചേർത്ത് പിടിച്ചില്ലേ? നിങ്ങൾ ഇരിക്കുന്ന ടേബിളിൻ്റെ മുകളിൽ ഒന്ന് കൈ കുത്തിയില്ലേ? മുറുക്കി പിടിച്ചിനോ? മുറുക്കി പിടിച്ച്. മാഷൊക്കെ ശരിക്കും പിടിച്ചിന്. കണ്ണടയ്ക്കാൻ പറഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് കണ്ണ് തുറന്ന് നോക്കരുത്. ഞാൻ പറയുമ്പോഴേ നോക്കാൻ പറ്റുള്ളൂ. കണ്ണടച്ചില്ലേ? ഞാൻ 10 വരെ എണ്ണുമ്പോഴേക്കും നിങ്ങൾ മാക്സിമം 1 എണ്ണുമ്പം ടൈറ്റാക്കി പിടിക്കും കൈ വിരലുകൾ, 2 എണ്ണുമ്പോൾ ഒന്നും കൂടി ടൈറ്റാക്കി പിടിക്കും. അങ്ങനെ 10 എണ്ണുമ്പോഴേക്കും മാക്സിമം ടൈറ്റാക്കി പിടിക്കും കേട്ടോ. മാക്സിമം ടൈറ്റാക്കി പിടിക്കും. 10 വരെ എണ്ണുള്ളൂ, അപ്പം നമ്മൾ വിടും. 10 വരെ ആയിട്ട് നമ്മൾ പറയും. ഓക്കെ, നല്ല ടൈറ്റ് ആയിക്കോട്ടെ. 1 മാക്സിമം ടൈറ്റ് ആയിക്കോട്ടെ, വിടണ്ട, കണ്ണ് തുറക്കണ്ട, കൈയടെ കുത്തി വെച്ചോളി, നല്ല ടൈറ്റാക്കി പിടിച്ചോളി. 2
മാക്സിമം ടൈറ്റ് വിടണ്ട, അവിടെ തന്നെ വെച്ചാൽ മതി. ലൂസാക്കി പിടിക്കണ്ട, അവിടെ തന്നെ പിടിച്ചോടുത്ത് ടൈറ്റ് ആക്കിയാൽ മതി. അനക്കാതെ തന്നെ പിടിച്ചോടുത്ത് തന്നെ ആക്കിയാൽ മതി, വിട്ട് പിടിക്കേണ്ട ആവശ്യമില്ല. 3 ടൈറ്റ് ആവട്ടെ, 3 ടൈറ്റ് ആവട്ടെ, ടൈറ്റ് ഒന്നുകൂടി ടൈറ്റ് ആക്കി പിടിച്ചാൽ മതി, ലൂസാക്കണ്ട. അയക്കാതെ തന്നെ 4 5. ഞാൻ നല്ല പശ, നല്ല ഫെവിക്കോളിനേക്കാൾ കട്ടിയുള്ള പശ നിങ്ങളുടെ കൈകളിലൂടെ ഒഴിക്കുന്നുണ്ട്. ടൈറ്റാക്കി ഒട്ടിക്കാൻ പോവാണ്, കൈകൾ 2 ഒട്ടിക്കാൻ പോവാണ്. നല്ല പശ ഇടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ആ തണുപ്പ് നിങ്ങൾ അറിയുന്നുണ്ട്. പശ ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. നല്ല അടിപൊളി ഒട്ടിച്ച് ഞാൻ അനങ്ങാൻ കഴിയൂല. 6 ഒന്നും കൂടി ടൈറ്റാക്കി പിടിച്ചോളി. 7 8 ടൈറ്റായിക്കോട്ടെ. 8 9 10. കണ്ണ് തുറക്കണ്ട, ഞാൻ പറയാതെ നിങ്ങളാ കൈ കിട്ടൂല. പശയായിട്ട് ഒട്ടി ഒന്ന് എടുത്തു നോക്കി. നിങ്ങൾ കൈ നിന്ന് ഇടുക്കി കാണട്ടെ. ഞാൻ പറയാതെ കിട്ടൂല നിങ്ങൾക്കത്. ഇടുക്കി ഒന്ന് കാണട്ടെ. എടുക്കാൻ നോക്കി. എന്താ താത്താരൊക്കെ കിട്ടാത്ത? ഇതാ കൈ കുടുങ്ങിയോ? ഒന്നിടുക്കി. ആ കിട്ടുന്നില്ല അല്ലേ? ഇനി കിട്ടുതാ. ഞാൻ പശ ഒഴിവാക്കിയാണ്. ഇതാ അടുത്തോളി. പശ ഒഴിവാക്കിയപ്പോൾ കിട്ടി. അപ്പോൾ പശ എവിടെ ഒട്ടിയത്? കണ്ണു തുറന്നോളി. പശ എവിടെ ഒട്ടിയത്? പശ ഒട്ടിയത്? മനസ്സിലാ ഒട്ടിയ. കൈമേൽ പശ ഉണ്ടോ? കിട്ടാത്തോല് കൈ പൊക്കിയ, കിട്ടാത്തോല് കൈ കുടുങ്ങിയോര് കൈ പൊക്കിയ. പെണ്ണുങ്ങൾക്ക് അധികം ഒട്ടിയേ കിട്ടുന്നില്ല. ഒരാളുടെ ഇങ്ങനെ വലിക്കണ് കണ്ണടച്ചിട്ടേ. അപ്പം മനസ്സ് ഉണ്ടല്ലോ, ആ ഒട്ടിയ ആൾക്കാരൊക്കെ മനസ്സുണ്ടല്ലോ. ഇത് ഇവിടെ ഒടിയൊന്നും ഒരു പശയും തേച്ചില്ല. പക്ഷേ ഈ പിടുത്തം പിടിച്ചിട്ട് ഇത് ഇങ്ങോട്ട് കിട്ടണില്ല. ആശൊക്കെ പിന്നെ വേഗം എടുത്തിട്ട് പോവാനുള്ള ടൈം നോക്കി പോകാനുള്ള അവസ്ഥയായി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത് നമ്മളെ മനസ്സുണ്ടല്ലോ, നമ്മളെ മനസ്സിനെ നമ്മുടെ മനസ്സിൽ വേഗം അത് സ്വാധീനിക്കും. കൈവേദന ഇപ്പോൾ പോന്നല്ലേ, മനസ്സിന് വേഗം സ്വാധീനിക്കും. അല്ല അങ്ങനെ തന്നത് നമ്മളെ മനസ്സിനെ വേഗം സ്വാധീനിക്കും. ഓരോന്നും ചിലപ്പോൾ നമുക്ക് ഇഷ്ടം തിന്മയോടൊന്നാവില്ല, പൈസയോടായിരിക്കും ഇഷ്ടം, ഭക്ഷണത്തോടായിരിക്കും ഇഷ്ടം, ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ഓരോരുത്തരും സ്വാധീനിക്കുക. അപ്പം അത് ആർക്കും അറിയുള്ളൂ? ചിലപ്പോൾ നമുക്കും അറിയില്ല, പക്ഷെ അധികം നമുക്കറിയും. ചിലപ്പോൾ നമുക്കും അറിയില്ല. ഞാനിപ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്നുള്ള ചിലപ്പോൾ മറ്റൊരു പറയുമ്പോഴായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ചെറിയ കളവ് പറഞ്ഞിട്ടായിരിക്കും. മനസ്സിന് അങ്ങനെ ഒരു സുഖം, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും കടമകൾ പൂർത്തീകരിക്കാത്ത രൂപത്തിലായിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള മനസ്സിന് പലതും ഇങ്ങനെ ഒട്ടിച്ചേരുന്ന, മനസ്സിലേക്ക് ഇങ്ങനെ കുടിയിരിക്കുന്ന കുറേ സംഗതികളുണ്ട്. ഈ കുടിയിരിപ്പുകൾ മാറ്റാൻ നമ്മളെ സഹായിക്കുന്നതാണ് നല്ല നെയ്യത്ത്. എന്ത് ചെയ്യുമ്പോഴും മറ്റോരെന്ത് പറഞ്ഞോട്ടെ, മറ്റോരെന്ത് വിചാരിച്ചോട്ടെ, പടച്ചോൻ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയിൽ. ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിതൊന്നും തികഞ്ഞത് കൊണ്ടല്ല കേട്ടോ, പക്ഷെ അതാണ് സത്യത്തിൽ മനസ്സിനെക്കുറിച്ച് അറിഞ്ഞ് മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപനം അതാണ്. അങ്ങനെ വരുമ്പോൾ അൽഹംദുലില്ലാ അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. ആ ഒരു വിധാനത്തേക്ക് ഉയരാനും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തായിക്കോട്ടെ, ആ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മളുടെ ഉദ്ദേശശുദ്ധി അത് ഒരു പരിപൂർണതയിലേക്ക് എത്തിക്കാൻ, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്താനും, എന്നിട്ട് ഭംഗിയായി മുന്നോട്ട് പോകാനും, ഏത് നടുറോട്ടിൽ വെച്ചിട്ടും എവിടെ വെച്ചിട്ടും മരിക്കാൻ സന്നദ്ധമായി എവിടെ നിന്നും തിരിച്ചു പോകാനുള്ള ആ ഒരു ഒരുക്കത്തോടു കൂടി നിലനിൽക്കാൻ നമുക്ക് പറ്റണം. ഇന്നത്തെ ഒരു ചെറിയ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചുള്ളത് തന്നെയാണ്. നമ്മൾ മുമ്പിലുള്ള റമദാൻ നോമ്പിലേക്ക് ചെല്ലും മുമ്പ് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരാൾ വന്ന് പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിലെ 2 ആളിൽ ആദ്യം സ്വർഗത്ത് പോയത് ആരാണ്? പ്രായാധിക്യത്താൽ എത്തി രോഗാവസ്ഥയിൽ മരണപ്പെട്ട അദ്ദേഹമാണ്. പിന്നെ യുദ്ധക്കളത്തിൽ ഷഹാദത്ത് വരിച്ച അദ്ദേഹമല്ല. അതിൻ്റെക്കാളും ആദ്യം സ്വർഗത്ത് പോയത് വീട്ടിൽ രോഗിയായി കിടന്നിട്ട് മരിച്ച ആളാണ് നബീൻ്റെ. ഇവരിങ്ങനെ സ്വപ്നം കണ്ട സ്വപ്ന വ്യാഖ്യാനം പറയാം. നബീൻ്റെ അടുത്തെത്തിയപ്പോൾ നബി പറയാണ്, അതെ അദ്ദേഹത്തിന് 1 വർഷം കൂടി നോമ്പ് കിട്ടി എന്നുള്ളതാ. അതിലേക്കാണ് നമ്മൾ പോണത്. മഹത്വരമാണ്, ഒരു അതിഥിയാണ്. കൊല്ലത്തിൽ ഒരിക്കലേ വരുള്ളൂ ആ അതിഥി. 365 ദിവസത്തിൽ ഒരിക്കലേ വരുള്ളൂ റമദാൻ. ആ റമദ് എന്നുള്ള പദം തന്നെ അത്ഭുതമാണ്, അതിൻ്റെ പദപ്രയോഗം തന്നെ അത്ഭുതമാണ്, നോമ്പന്നെ അത്ഭുതമാണ്. അങ്ങനെയുള്ള അതിഥി നമ്മളിലേക്ക് വരണം. അവിടെയാണ്
ഈ ഒരു നെയ്യത്തിൻ്റെ പ്രസക്തി വരിക. അവിടെയെന്ന് പറഞ്ഞാൽ അന്നല്ല, ഇപ്പം തന്നെ അല്ലേ. ഈ ഷാബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകൾ അധികരിപ്പിച്ചിരുന്നു. കാരണം എന്താ, അന്ന് ഒന്നാമത്തെ നോമ്പിനായിട്ട് നോമ്പെടുക്കുമ്പോൾ തലവേദന തുടങ്ങും, മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യും, ക്ഷീണം വരും, പള്ളിയിലെത്തിയാൽ ഉറക്കം വരും, ഒക്കെ വരും. അപ്പോഴല്ല, ഇപ്പം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, ഇപ്പം തന്നെ തുടങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അതിനാണ് പ്രാധാന്യം കൊടുത്തത്. എല്ലാത്തിനും ഖുർആൻ അന്ന് ഇരുന്നിട്ടാണ്ട് ഓത്താണ്ട് തുടങ്ങും. എന്ന് ഒന്നാമത്തെ നോമ്പിന് ഓത്ത്, രണ്ടാമത്തെ നോമ്പിന് ആളെ ഹോസ്പിറ്റലുണ്ടാവും. എന്തുകൊണ്ടാ? അങ്ങനെയല്ല, ഇപ്പം തന്നെ നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പേ ട്രെയിനിങ്, അതിലേക്കൊരു കാലെടുത്ത് വെക്കാനുള്ളൊരു ട്രെയിനിങ് പീരീഡ് ഉണ്ട്. സത്യത്തിൽ ആ രൂപത്തിൽ റമളാൻ ഒന്നിനാണ് ചാടി കയറിയിട്ട് തറാവിയൊക്കെ ഒന്നാമത്തെ സഫിൽ നിന്ന പിന്നെ ബേക്കോട്ട് പോകുന്നതിൻ്റെ ഒരു കാരണം അതാ. പല കാരണമുണ്ട്, ഒരു കാരണം അതാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ തന്നെ മെല്ലെ തുടങ്ങുക, തഹജ്ജുദുകൾ തുടങ്ങുക, സുബൈൻ്റെ ജമാഅത്തിന് മുമ്പ് എഴുന്നേറ്റ് തുടങ്ങുക, അങ്ങനെ സുന്നത്ത് നോമ്പുകൾ തിങ്കളും വേഴൊക്കെ നോമ്പെടുത്ത് തുടങ്ങുക. അങ്ങനെ പോയാൽ റമളാൻ ഒരു ഭാരമല്ലാതെ മാറും, ഒരു ക്ഷീണമല്ലാതെ മാറും, ശരീരം അതിന് പാകപ്പെടും. നമ്മൾ വിജയിക്കും. റയ്യാനിലൂടെ നമ്മളെത്തും. അവസാനിപ്പിക്കുന്നു. റയ്യാൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുക. റയ്യാൻ, ആർക്കറിയാം റയ്യാൻ എന്നുള്ള പദം? ഒരു കവാടാണ് ആ പദം. ആ പദത്തിൻ്റെ മീനിങ് സ്വർഗീയ പാനീയമാണ്. കുടിച്ചാലും മതി വരാത്ത അത് കുടിച്ചാൽ പിന്നെ അവനക്ക് ദാഹം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അത്ര അമൃതമായിട്ടൊരു പാനീയമാണ് റയ്യാൻ. അത് പറയാൻ കാരണം, നമ്മൾ റമദാനൊക്കെ കഴിഞ്ഞങ്ങനെ പോകും. നമ്മൾക്ക് റയ്യാനിലൂടെ എന്നൊക്കെ റയ്യാനിലൂടെ എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നമ്മൾ പലതും നടത്തും. പക്ഷെ നമുക്ക് എന്താ അറിയില്ല, ഇതൊന്നും നമുക്കറിയില്ല. നമുക്കറിയില്ല എന്നല്ല, ആരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ആ ഒരു റയ്യാനിലേക്കുള്ളൊരു യാത്ര നമുക്ക് തുടങ്ങണം. പഠനത്തോടുകൂടി തുടങ്ങണം, ഇഖ്ലാസോടുകൂടി തുടങ്ങണം, നല്ല നീയത്തോടുകൂടി തുടങ്ങണം, ആത്മാർത്ഥത നിറയ്ക്കണം. പിന്നെ മനസ്സിനുള്ളിൽ ഇപ്പം നിലവിലുള്ള ആ അഴുക്കുകളൊക്കെ ഒന്ന് കഴുകി ശുദ്ധിയാക്കണം. നനച്ചുളിപ്പണിയോടൊപ്പം അകത്തളങ്ങളിലേക്ക് നമ്മൾ എത്തണം. എന്നിട്ട് അവിടെയും നമ്മൾ കയറി ശുദ്ധിയാക്കാൻ തുടങ്ങണം. അതിനൊരു തുടക്കം മാത്രം, അതിനൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം. ഇനി കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സർവശക്തൻ കാര്യങ്ങൾ അറിഞ്ഞ് അമൽ ചെയ്യുന്ന സജ്ജനങ്ങളിൽ, സത്യവിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മകൾ അധികരിപ്പിക്കുവാനും ചെറുകർമ്മങ്ങൾ പോലും നന്മയാക്കി മാറ്റി നിയ്യത്തിൻ്റെ ആ മാന്ത്രികതയിലൂടെ അതിനൊക്കെ ഇരട്ടിക്കരട്ടി പുണ്യം ലഭിക്കുന്ന റമളാനിലൂടെയും അല്ലാത്ത സമയത്തുമൊക്കെ രാപ്പാലുകളിൽ സജീവമാവാനുള്ള ഇഖ്ലാസ്, തഖ്വ, സൂക്ഷ്മത ബോധം, അറിവ്, കഴിവ്, ആരോഗ്യം, സാമ്പത്തിക സുസ്ഥിരത, അതേപോലെ തന്നെ ശാരീരിക ഭദ്രത, ശാരീരിക ക്ഷമത, സാമൂഹികമായ അവസ്ഥകൾ, കുടുംബപരമായ ആരോഗ്യം തുടങ്ങിയ എല്ലാം പടച്ചറബ് നൽകി പടച്ചറബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്ട ദിനരാത്രങ്ങളെ കഴിവിൻ്റെ പരമാവധി അമലുകൾ ചെയ്ത് നാളത്തെ റബ്ബിൻ്റെ കോടതിയിലെ അവിടുത്തെ വിജയത്തിന് വേണ്ടി, അവിടുത്തെ പ്രീതിക്ക് വേണ്ടി, അവിടുത്തെ ഉദ്ദേശത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിലൊക്കെ ചെയ്ത് അള്ളാഹിനെ എപ്പോഴും ഓർക്കുന്ന കൽബുൻ ഷാക്കിറും വലിസാനും ദാക്കിറും എന്നൊക്കെ പറഞ്ഞ ആ ഹദീസിനെ അങ്ങനെ അനർത്ഥമാക്കി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, സത്യവിശ്വാസികൾ റബ്ബേ ഞങ്ങളെ ഓരോരുത്തരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം നാഥ. ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ തിന്മകൾ, ഓരോ ഹസനാത്തുകൾ ചെയ്യുമ്പോഴും നമ്മുടെ കഴിഞ്ഞുപോയ സയ്യാത്തുകളെല്ലാം ഞങ്ങൾക്ക് വിട്ടുപൊറുത്ത് മാപ്പാക്കി തരണം നാഥ. ശിഷ്ട ദിനരാത്രങ്ങളിൽ കഴിഞ്ഞ ജീവിതത്തിലെല്ലാ അലസതയും മടിയും മാറ്റി നല്ല ഉണർവോടുകൂടി, യശസ്സോടുകൂടി, ഇസ്സത്തോടുകൂടി മുന്നേറാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് പ്രദാനം ചെയ്യണം നാഥ. ഇനി കൂടുതലൊന്നും പ്രാർത്ഥിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, വ്യക്തി സന്ദർഭങ്ങളിൽ ധാരാളമായി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാം. സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. ഒരു സന്ദർഭമുണ്ടല്ലോ, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അൽഹംദുലില്ലാഹ്, ശുക്രൻ ലക്കും, ജസാക്കുമുല്ലാഹു ഖൈർ, ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.